എന്നും നന്ദി ചൊല്ലുന്നു നീ ചെയ്തോരോ നന്മയ്ക്ക് എന്നും നന്ദി ചൊല്ലുന്നു സ്തോത്രം ചെയ്യാം. ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവേ, ദേവന്മാരെ നിനക്ക് തുല്യനായ ആരുള്ളൂ? സ്വർഗത്തിൽ ആരുമില്ല, ഭൂമിയിലും ആരുമില്ല, പാതാളത്തിലും ആരുമില്ല. അതുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് പാട്ടുകളുടെ പാടി ദൈവത്തെ സ്തുതിക്കാം. എല്ലാ കരങ്ങളും ചേർത്തടിച്ച ദൈവത്തിന് സന്തോഷത്തോടെ മഹത്വത്തോടുകൂടെ അവന് ആ തക്ക മഹത്വം കൊടുക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാ കരങ്ങളും ചേർത്തടിച്ച ദൈവത്തിന് നന്ദിയോടെ മഹത്വം കൊടുക്കും. ആമേൻ.
സ്വർഗ്ഗത്തിലും
അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം കൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ധാരാളം നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ ആണ്ട് കഴിയാറായി. വളരെ ഓർമ്മിക്കപ്പെടുന്ന ഒരു വർഷമാണ് അല്ലേ? ഓർമ്മയിൽ ഒരിക്കലും മറന്നു പോകാത്തൊരു വർഷമാണ് 2020. വളരെ പ്രതീക്ഷകളോടും ആരംഭിച്ചെങ്കിലും അതിനകത്ത് പ്രതീക്ഷകളെല്ലാം പോയി. സ്വന്തം പ്രതീക്ഷകളെല്ലാം പോയി. ദൈവമൊരു വാക്യമാണ്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, എന്നാൽ യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. ഞാൻ സഭയോട് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും ആത്മനിറവോടുകൂടി ഇതിനകത്തായിരിക്കണം. എല്ലാവരും ഒന്ന് ശരിക്കും സ്വോത്രം പറഞ്ഞ് ശരിക്കും ഇരുന്ന് ഇരുന്നെന്ന് പറഞ്ഞ് ഇരിപ്പ് നേരെയാക്കാനല്ല, ഇരിപ്പ് നേരെ തന്നെയാണ്, പക്ഷേ അകം നേരെയല്ല. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴത്തേനും ആരും പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയാതെ പൊട്ടിച്ചിരിക്കാൻ പറഞ്ഞു, മൈക്ക് മാറ്റി വെച്ചു. സഭയുടെ അവസ്ഥ അതാണ്. സ്തോത്രം സ്തോത്രം. മാറണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? മാറണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ഇത്ര മാറിയാൽ മതി, ഇത്ര ഒന്നും ആർക്കും മാറണ്ട. മാറ്റം എല്ലാവർക്കും വേണം, മാറാൻ ആർക്കും ഇഷ്ടമാണ്. ഞാനൊരു കോട്ട് കണ്ടു, ഒരു കാർട്ടൂൺ സംഭവം. മാറ്റം വേണമുള്ളവരുടെ കൂട്ടം കൂടുതലും, മാറാനുള്ളവരുടെ കൂട്ടം കുറവും. ഞാൻ ദൂത് പ്രാരംഭമായി വിളിച്ച് പറയാം, മാറിയാൽ മാറ്റം കിട്ടും, മാറിയാൽ മാറ്റം കിട്ടും. ആദ്യം മാറ്റമല്ല വേണ്ടത്, മാറണം. ഒരു സ്തോത്രം പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ചില നാളുകളായി ചിന്തിച്ച് വന്നൊരു ഭാഗമാണ്. എന്തുവായിരുന്നു? എന്തുവായിരുന്നു? ശിംശോനെ വിടരുത്. ശിംശോനെ തലമുടി കയറി പിടിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങേർക്ക് കുറേ നാളായിരുന്നു ശിംശോനെ കൊണ്ട് കുറേ നാൾ കൊണ്ട്. ഈ ശിംശോൻ തലയ്ക്കകത്ത് എത്രയും വലിയ പരിപാടി ഉണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്കകത്ത് എത്ര വലിയ പരിപാടിയുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ നാളുകൾ ചിന്തിച്ച് വെച്ച ചില ഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. തലയിലെ ജട വെട്ടിയെടുത്തപ്പോൾ അവൻ്റെ ശക്തി അവരിൽ നിന്ന് എന്ത് ചെയ്തു? വിട്ടുപോയി. നിങ്ങൾ കൂടെ ഉണ്ടോ? അവൻ്റെ ശരീരത്തിൽ നിന്ന് എന്ത് പോയി? ശക്തി പോയി. ശക്തി ഉണ്ടെങ്കിലേ വല്ലതും ചെയ്യാൻ പറ്റത്തുള്ളൂ. ശക്തി ഉണ്ടെങ്കിലേ ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ. ശക്തി ഉണ്ടെങ്കിലേ കർച്ചീഫ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശക്തി വേണം. എല്ലാവരും പറഞ്ഞ ശക്തി വേണം. ശക്തി ഇല്ലെങ്കിൽ എന്തോ ചെയ്യും? വേറെ ആരെ നോക്കണ്ട. ഇപ്പോൾ നിങ്ങളിരിക്കുന്ന ഇരിപ്പ് നോക്കി അതിന് ശക്തി ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ശക്തി വേണം. ശക്തി ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ശിംശോന്റെ അകത്ത് ശക്തി ഉണ്ടായിരുന്നു. അത് സാധാരണ ശക്തിയല്ല, അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഓക്കെ പറഞ്ഞ ദൈവത്തിൻ്റെ ശക്തി. ഓക്കെ, ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ദൈവശക്തിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ശക്തി വേണ്ട. ശക്തി സാധാരണ ജിമ്മിൽ പോയാൽ കിട്ടും, എക്സസൈസ് ചെയ്താൽ കിട്ടും, ബാക്കിയുള്ള പരിപാടികൾ ചെയ്താൽ ശക്തി കിട്ടും. പക്ഷെ അതൊന്നുമല്ല, ഇവിടെ ദൈവശക്തിയാണ് വേണ്ടത്. ഭൂമി നിലനിൽക്കണമെങ്കിൽ ദൈവശക്തി വേണം. 2021 വരവേൽക്കുന്നതിന് മുമ്പ് ദൈവശക്തി വേണം. കൂടെ ഉള്ളവർക്കായി സ്തോത്രം. ഇനി ഒന്നുകൂടെ കയറ്റി പറയാം, വിശ്വത്തിന് പരിഹാരമാണെങ്കിൽ ദൈവശക്തി വേണം. ഒരാമൻ പറയാൻ ആരും ഇല്ല ഇതിനകത്ത്. ദൈവശക്തി വേണം. അപ്പോൾ ദൈവശക്തി നമ്മൾ എന്ത് ചെയ്യണം? പ്രാപിച്ചെടുക്കേണ്ടത് ഒരു വിഷയമാണ്. അത് ചുമ്മാതെ കിട്ടത്തില്ല, അത് മേടിക്കേണ്ട വിഷയമാണ്. ദൈവസന്നിധിയിൽ എത്രമാത്രം വില കൊടുക്കുന്നോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവശക്തി നമ്മുടെ മേൽ ദൈവം പകരുന്നത്. അപ്പോൾ ശിംശോന്റെ തലമുടിക്കകത്ത് 7 ജടകളുണ്ടായിരുന്നു. 7 ജടമുടികൾ വെട്ടിയപ്പോൾ അവനിൽ നിന്ന് ആ ദൈവശക്തി അവനിൽ മാറ്റപ്പെട്ടു. അവൻ്റെ വിചാരം അവന് പിന്നെയും ശക്തി ഉണ്ടെന്ന്. നോക്കണേ, എന്തൊരു ഹതഭാഗ്യനാണ്. അവൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പോയിട്ട് അവൻ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ നിന്ന് പുറപ്പെട്ടു പോയാൽ അവൻ അറിയത്തില്ല. ഇവിടെ ഉള്ളവർക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവ് പോയാലും എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് പോയാലും എനിക്ക് വാക്സാമർത്ഥ്യത്തോടെ എന്തും പറയാൻ പറ്റും. വേദപുസ്തകം എടുത്തു വെച്ചാൽ എനിക്ക് എന്തും പറയാം. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ട് ചെയ്ത് നിങ്ങളെ വേണമെങ്കിൽ പഠിപ്പിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അത് എത്രയോ വലിയതാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ രൂപാന്തരങ്ങൾ സംഭവിക്കത്തുള്ളൂ. കൂടെ ഉള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു മാറ്റം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. ഇന്ന് പകലിൽ നമ്മൾ സ്വാഗതം ചെയ്യാതെ തന്നെ ആ പരിശുദ്ധാത്മാവ് എന്ന നടുവിലുള്ളതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
നിങ്ങളുടെ അടുത്തൊക്കെ ഇരിപ്പുണ്ട്. ആരിപ്പുണ്ട്? പരിശുദ്ധാത്മാവ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കണം. ഇവന്റെ മുടി വെട്ടിയപ്പോൾ തന്നെ ശക്തി പോയി. അവൻ ശക്തി പോയത് അവൻ അറിഞ്ഞില്ല. അവൻ എഴുന്നേറ്റ് പിന്നെയും പഴയ ബലത്തോടും കൂടെ ആക്രമിക്കാൻ പോയിട്ടും അവന് ആക്രമിക്കാൻ സാധിച്ചില്ല. പണ്ട് ആ ഇരുമ്പ് കോലിൽ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അവൻ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവന് കൈകൾ വേദനിക്കുന്നു. സ്തോത്രം. ദൈവശക്തി മാറ്റപ്പെട്ടു. അപ്പോൾ ദൈവശക്തിയുടെ ചില ഘടകങ്ങളെ കുറിച്ച് ഞാൻ പറയുവാനിടയായി. ഒന്നാമത് തിരുവചനം, ഡോക്ട്രിൻ എന്ന് പറഞ്ഞു. രണ്ടാമത് പുതിയ ജനനം. മൂന്നാമത് വിശുദ്ധി, വേർപാട്. നാലാമത് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. എന്തുവായിരുന്നു അത്? എന്തോ ആ പ്രകൃത്യാതീതത്തിന് എന്തൊരു പവറായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ പവർ ഈ ആഴ്ച കാണുന്നില്ലല്ലോ. ഒരു സ്തോത്രം പറഞ്ഞ കർത്താവ് നമ്മുടെ കപ്പാസിറ്റി നോക്കും. എന്താ നോക്കും? കപ്പാസിറ്റി നോക്കും. കപ്പാസിറ്റി അനുസരിച്ചാണ് നമുക്ക് നമ്മളെ നിറയ്ക്കുന്നത്. സ്തോത്രം. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ദൈവത്തിന് വേണ്ടി നിൽക്കണം. വേറെ ആർക്കും വേണ്ടില്ല. ദൈവത്തിന് വേണ്ടി നിൽക്കണം. ദൈവത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രകൃത്യാതീതമായ ഒരു ശക്തി. ഇനി സ്തോത്രം, അഞ്ചാമത് ഒരു ഭാഗമുണ്ട്. എല്ലാം കൂടെ എടുക്കാൻ സമയമുണ്ടെന്ന് അറിയത്തില്ല. അടുത്ത ആഴ്ച നമുക്ക് സമയമുണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ. അഞ്ചാമത്തെ ഒരു ഭാഗത്തിലോട്ട് ദൈവ ആവശ്യപ്പെട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഡെഡിക്കേഷൻ അഥവാ സമർപ്പണം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സമർപ്പണം, ഡെഡിക്കേഷൻ. ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഒരു സ്തോത്രം പറയണം. ഡെഡിക്കേഷൻ, സമർപ്പണം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കാൻ. ഡെഡിക്കേഷൻ, ഡെഡിക്കേറ്റഡാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ സാധാരണ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കും. ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക, സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ. അയ്യോ, ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ നൂലുകെട്ട് പരിപാടിക്ക് പോകുന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, അന്യദേവന്മാരുടെ കരങ്ങളിലല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ കൊടുക്കേണ്ടത്. കൂടെ ഉള്ളവർക്കായി സ്തോത്രം. അങ്ങനെ ചടങ്ങുകൾ പോകുന്നവരുണ്ട്, പക്ഷെ സത്യക്രിസ്ത്യാനികൾ പോകത്തില്ല. നിങ്ങൾ ഇതിനോട് പിണങ്ങിയാലും കുഴപ്പമില്ല. സത്യം അതാണ്. കൂടെ ഉള്ളവർക്കായി സ്തോത്രം. ബൈബിൾ വളരെ വ്യക്തമായി എഴുതി വെച്ചു. ആവർത്തന പുസ്തകത്തിൽ നിങ്ങൾ ദേശത്ത് പാർക്കുമ്പോൾ അവിടെ ചടങ്ങുകൾക്ക് നിങ്ങൾ പോകരുത്, അവിടെ ചട്ടങ്ങളനുസരിച്ച് നിങ്ങൾ നടക്കരുത്. കൂടെ ഉണ്ടോ? നമ്മൾ ചോദിക്കുന്നത് ഇപ്പോൾ പോയാൽ എന്താ കുഴപ്പം? നമ്മുടെ വിശ്വാസമൊന്നും പോകുന്നില്ലല്ലോ. പക്ഷെ ദൈവം വചനം എഴുതി വെച്ചു അത് പോകരുതെന്ന്. ഞാനൊരാളെ പരിചയപ്പെടുത്തരാം, കുറച്ചുകൂടെ കഴിയട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും അവൻ്റെ സമർപ്പണം എന്താ വരുന്നത്. സാധാരണഗതിയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ സമർപ്പിക്കാറുണ്ട്. ദൈവാലയത്തിൽ കൊണ്ടുവന്ന് 6 മാസമോ 7 മാസമോ 1 വയസ്സോ 2 വയസ്സോ 3 വയസ്സൊക്കെ ആകുമ്പോൾ കുഞ്ഞിനെ ദൈവത്തെങ്കിൽ സമർപ്പിക്കും. ഇത് നമ്മുടെ യേശുക്രിസ്തുവിനെ സമർപ്പിച്ചു. വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവാലയത്തിൽ കൊണ്ടുവന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പൈതൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ്. കൂടെ ഉണ്ടോ? അപ്പം നമ്മളെല്ലാവരും ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ടവരാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഒരു കൊച്ചിനെ കാണാൻ പോയതാണ്. വേറെ ആളെന്നെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേനും ആ കൊച്ചിനെ ചിത്ര ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്തു. സംഭവം എന്താണെന്നറിയാമോ? ജനിച്ച് 2 മാസമായിട്ടുള്ളൂ. 2 മാസം. ആ കൊച്ചിന് ഹാർട്ടിന് ചെറിയൊരു ഹോളുണ്ട്. ചെറിയ ഹോളുള്ളതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു കുഴപ്പമില്ല, 1-2 മാസം കഴിയുമ്പോഴത്തേക്കും, ജനിച്ച സമയത്താണ് പറയുന്നത്, 1-2 മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ആ ഹോള് നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പം നിങ്ങളൊന്നും ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ 2 മാസം പൂർത്തിയായപ്പോൾ ആ കുഞ്ഞിന് അസാധ്യമായ ശ്വാസമുട്ടലുണ്ടായപ്പോൾ മെഡിക്കൽ കോളേജ് പറഞ്ഞു ഞങ്ങൾക്കിവിടെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കുറവാണ്, അതുകൊണ്ട് ചിത്ര ഹോസ്പിറ്റലിലോട്ട് വിടാൻ പറഞ്ഞു. ചിത്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 2.5 ലക്ഷം രൂപ കെട്ടിവെച്ച് ഓപ്പൺ സർജറി ചെയ്തു. 2.5 മാസമുള്ള കൈക്കുഞ്ഞാണെന്ന് ഓർക്കണം. ഓപ്പൺ സർജറി ചെയ്തു. ഹൃദയ ശസ്ത്രക്രിയ ചെയ്തു. തുറന്ന ശസ്ത്രക്രിയ ചെയ്ത് അതിനകത്തൊരു സംഭവം വെപ്പിച്ചു. എന്തോ സ്റ്റണ്ടോ എന്തോ അതിനൊരു പേരുണ്ട്, പേസ് മേക്കറോ പേസ് എന്നങ്ങനെ ഒരു സംഭവമുണ്ട്.
അതായത് കുഞ്ഞിന് ശ്വാസം കിട്ടാത്തതുകൊണ്ട് കൃത്രിമ ശ്വാസം കൊടുക്കുന്ന നിലവാരത്തിൽ ഈ ഹാർട്ട് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം അതിനകത്തോട്ട് ഘടിപ്പിച്ചു വെച്ചു. എന്നിട്ട് ഈ ശസ്ത്രക്രിയ പൂർത്തീകരിച്ചില്ല, ഇതിനെ തുന്നിക്കെട്ടിയില്ല. തുന്നിക്കെട്ടാത്തതിൻ്റെ കാരണം 48 മണിക്കൂർ വരെ ഇത് ഈ സാധനം വെച്ച സാധനം ഈ കുഞ്ഞിന്റെ ശരീരമായി ഏകീഭവിച്ചു പോകുന്നുണ്ടോ എന്ന് നോക്കിയെങ്കിൽ മാത്രമേ അവർക്ക് തുന്നിക്കെട്ടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഈ സാധനത്തിനെ പുറത്തെടുത്ത് വേറെ ശസ്ത്രക്രിയ ചെയ്യണം. ഞാൻ പോയപ്പോൾ ആ കുഞ്ഞ് ഹോസ്പിറ്റലിലാണ്, ആരും വിടുന്നില്ല, ICU മുറിക്കകത്താണ് കിടക്കുന്നത്. ഞാൻ പോയത് അവിടെ അമ്മയും അപ്പനും ഒരു ലോഡ്ജ് എടുത്ത് എൻ്റെ തൊട്ടിപ്പുറത്ത് താമസിക്കുന്നു. അവിടെ ചെന്നപ്പോൾ മാതാവിൻ്റെ കരച്ചിൽ കാണാൻ ആർക്കും പറ്റത്തില്ല. 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ കാണുവാൻ കഴിയാതെ കൈ കിട്ടിയ വിലപ്പെട്ട ഒരു സ്വപ്നത്തെ പോലും ലാളിക്കാൻ കഴിയാതെ വിഷമിച്ച 2 ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു മാതാവ് എല്ലും തോലുമായി നിൽക്കുന്നു. അവൾക്ക് തന്നെ കുഞ്ഞിനെ കിട്ടിയാൽ മതി. കൃപയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമുക്കാർക്കോ ദൈവം ഒരു ദോഷവും വരുത്താതെ ദൈവം പരിപാലിച്ചതിന് നമ്മൾ എത്രമാത്രം ദൈവത്തിന് നന്ദി പറയണം. അതിന് നന്ദി പറയാൻ ആരുമില്ലേ? സ്തോത്രം. നമുക്കൊരു ഒരു രോഗം വരണം, അപ്പോൾ അറിയാം നിലവിളിയുടെ പോക്ക് എവിടെയാണ് പോകുന്നതെന്ന്. തമ്പുരാൻ കൃപയാ നമ്മളെ നിലനിർത്തിയതിനായി സ്തോത്രം. 48 മണിക്കൂർ ഇന്നാണ് തീരുന്നത്. 48 മണിക്കൂർ ഇന്ന് കഴിയുമ്പോഴത്തേനും അറിയാം കൊച്ചിൻ്റെ 2ാമത്തെ ഘട്ടം ഇനി എന്ത് ചെയ്യണമെന്ന്. ഇത് ഒരു കേസാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരുപാട് കേസുകളുണ്ട്, നമ്മൾ അറിയാത്ത ഒരുപാട് പേരുണ്ട്. പരിചയത്തിലുള്ളവർ മാത്രമാണ് ഇത്തരത്തിൽ കിടക്കുന്നത്. പരിചയമില്ലാത്തവർ എത്രയോ പേരുണ്ട്. പരിചയമില്ലാത്തവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വേദനയും തോന്നത്തില്ല, കാരണം നമുക്കവരെ അറിയത്തില്ല. പക്ഷെ ഇവരെയും നമ്മളെയും എല്ലാവരെയും അറിയുന്ന ഒരു സർവശക്തൻ ഉയരത്തിൽ പാർക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്തിനായി പറഞ്ഞു വരുന്നത്? ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ടവർ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ. ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. മാതാപിതാക്കളെ നിങ്ങളോട് ഞാൻ പറയാം, കുഞ്ഞുങ്ങളെ ദൈവത്തിലേക്ക് സമർപ്പിക്കണം. വയസ്സ് 12ആയി 15ആയി 18ആയി 20ആയി ഞാൻ കുഞ്ഞുങ്ങളെ കൊച്ചുനാളിൽ കൊണ്ട് സമർപ്പിച്ചിട്ടില്ലല്ലോ, ഇനി എനിക്ക് സമർപ്പിക്കാൻ പറ്റുമോ? തീർച്ചയായും. അതിന് ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ കരം വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് നിങ്ങൾ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സമർപ്പിച്ചതിന് ശേഷം കുഞ്ഞ് എങ്ങനെയും വളർന്നു പോകണമെന്നല്ല, ദൈവഹിതപ്രകാരം വളർത്താനുള്ള ചുമതലയാണ് മാതാപിതാക്കൾക്ക് ദൈവം കൊടുത്തിട്ടുള്ളത്. ആ ചുമതല ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, മാതാപിതാക്കളെ നിങ്ങളോട് പറയുന്നു, ചുമതല നിങ്ങളുടെ മേലെ ദൈവം തന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഡെഡിക്കേഷൻ, സമർപ്പിക്കണം. കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവർ സമർപ്പിച്ചിട്ട് നമ്മൾ ഭാര്യ ഭർത്താൻ വേണ്ടി സമർപ്പിച്ചവരല്ലേ? കല്യാണ ദിവസത്തിൽ കണ്ടിട്ടില്ലേ? ഞാൻ ഇന്നാരെണ്ണ, ഞാൻ ഇന്നാരെണ്ണ, ഞാൻ ഇന്നാരെണ്ണ ഇവിടെ, ഇന്നാരെണ്ണ ഇവിടെ, ഇന്ന് മുതൽ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും വേദനയിലും നിരാശയിലും പട്ടിണിയിലും എല്ലാത്തിലും ഞാൻ പറ്റിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. അതിന് അർത്ഥം എന്താണെന്നറിയാം? നിങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഭാര്യ ഭർത്താവിനോട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഭർത്താവ് ഭാര്യയോട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. സമർപ്പിക്കപ്പെട്ടിട്ട് കുടുംബത്തിനകത്ത് സമർപ്പണം എന്നുള്ള വസ്തുതയില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അതുകൊണ്ട് വീട്ടിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ ദൈവത്തിൽ സമർപ്പിക്കപ്പെടുന്നത് മാത്രമല്ല, ചിലർക്കൊക്കെ ഒരു ചിന്തയുണ്ട്, ദൈവത്തിൽ മാത്രം സമർപ്പിച്ചാൽ മതി, ബാക്കിയുള്ളവർ ആരെയും സമർപ്പിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് തെറ്റായ പഠിപ്പില്ല. ഒന്നാമത് സമർപ്പിക്കേണ്ടത് ദൈവത്തിൽ സമർപ്പിക്കണം. കൂടെ ഉള്ളവർക്കായി സ്തോത്രം. രണ്ടാമത് സമർപ്പിക്കേണ്ടത് സഭയിലുള്ള വിശ്വാസികളാണെങ്കിൽ കർത്തൃദാസന്മാരെ സമർപ്പിക്കണം. അങ്ങനെ പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും ഓശാനിച്ച് നിൽക്കണമെന്നാണ് എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആമേൻ സ്തോത്രം. അതിന് ചിട്ടക്കൂടുണ്ട്, അതിൽ സമർപ്പിക്കാൻ വേണം. അങ്ങനെ കീഴ്വഴക്കത്തോടും വരുന്നവർക്ക് മാത്രമേ ഉയരത്തിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. അതിന്റെ അനുഭവമായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നെ പഠിപ്പിച്ച എന്നെ സ്ഥാനപ്പെടുത്ത ദൈവദാസനുണ്ട്. അദ്ദേഹം എനിക്ക് ചില മുറിവുകളും തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വെറുത്തിട്ടൊന്നുമില്ല. അദ്ദേഹം ഇന്നിവിടെ സ്റ്റേജിൽ വന്നാൽ ഞാൻ എൻ്റെ മുട്ടുകാർ ഇന്നും പറയ്ക്കും. ഞാൻ മുമ്പിൽ പ്രസംഗിക്കത്തില്ല. കാരണം എനിക്കൊരു ഉള്ളറകളിൽ എനിക്കൊരു ഭയമുണ്ട്. ഭയം എന്ന് പറഞ്ഞാൽ പിശാചിലെ ഭയമൊന്നുമല്ല. ഞാൻ അദ്ദേഹത്തിന് ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ അതിന് സമർപ്പിക്കപ്പെട്ടവരാണ്. കൂടെ ഉള്ളവർക്കായി സ്തോത്രം. അപ്പൊ ദൈവത്തിൽ സമർപ്പിക്കപ്പെടണം, ശുശ്രൂഷകന്മാർക്ക് സമർപ്പിക്കപ്പെടണം, കുടുംബത്തിലുള്ള പിള്ളേർ കേൾക്കണം. നിങ്ങൾ മാതാപിതാക്കൾക്ക് സമർപ്പിക്കപ്പെടണം. ആർക്ക് സമർപ്പിക്കപ്പെടണം? മാതാപിതാക്കൾക്ക് സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം. അപ്പനെയും അമ്മയും ബഹുമാനിക്കാത്തവനെ കാക്ക കൊത്തിയെടുത്തോണ്ട് പോകില്ല കണ്ണിനെ എന്നാ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അപ്പനെയും അമ്മ എന്ത് ചെയ്തോണം? ബഹുമാനിക്കണം. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്ത്. അല്ല നീ മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങളെല്ലാം സ്തോത്രം ചെയ്ത്. ചേച്ചിമാരെല്ലാം സ്തോത്രം ചെയ്ത്. ചേച്ചിമാരെല്ലാം സ്തോത്രം ചെയ്യാൻ. ഞാൻ നിങ്ങളെ വഴക്ക് പറയത്തില്ല. നിങ്ങളുടെ അപ്പനെയും അമ്മയ്ക്കാണ് വേണ്ട.
നിങ്ങളെ വളർത്തി വെക്കുന്നത് നിങ്ങളല്ലേ? സ്വോത്രം വന്നില്ല, അടുത്ത ആഴ്ച സ്വോത്രം പറഞ്ഞോളൂ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മടി വെച്ചത് നിങ്ങൾക്ക് തരില്ല. നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും ഞാൻ കൊടുക്കും. അപ്പനമ്മ എല്ലാം ഇല്ലാതിരിക്കും. സ്വോത്രം പറഞ്ഞില്ല. അത് സ്വോത്രം നിങ്ങൾ പറയടാ, സ്വോത്രം പറയടാ, വളരെ സ്വോത്രം പറയണം. ഇവിടെ 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 സ്വോത്രം പറയണം. സഹോദരന്മാരല്ലേ, കുഞ്ഞുങ്ങളല്ലേ സ്വോത്രം പറയും. ഇവിടെ ഇന്നലെ ഞാൻ നടന്ന DJ ഇട്ടുന്നെങ്കിൽമാരെല്ലാവരും സ്വോത്രം പറഞ്ഞു. അവിടെ DJ ഇട്ടുന്നെങ്കിൽമാരെല്ലാം കൂടെ സ്തോത്രം. അപ്പൊ ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ടവരാകണം. നിങ്ങൾക്ക് അറിയത്തില്ല അതെങ്ങനെ വളരണമെന്ന്. മാതാപിതാക്കൾ അത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവിടെ മേൽ കൊടുത്തിട്ടുണ്ട്. ഭാര്യ ഭർത്താവ് സമർപ്പിക്കപ്പെട്ടവരാണ്. ഇരിക്കുന്ന എല്ലാവരും ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. സമർപ്പിക്കപ്പെട്ടവരാണെന്ന് എടുത്തു ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഭയങ്കര സമർപ്പണമാണെന്ന്. സ്തോത്രം പറഞ്ഞില്ല. സമർപ്പിക്കപ്പെട്ടവരാണോ? കഴിഞ്ഞ ദിവസം ഒരു സൗരി എന്നെ വിളിച്ചു, വിദേശത്ത് വിളിച്ചു. അപ്പോൾ സൗരിയുടെ ഭർത്താവാണ് തിരുപ്പൊട്ട്. അപ്പോൾ സൗരിയോട് ഞാൻ സംസാരിച്ചു, കുറച്ചു നേരം സംസാരിച്ചു. പറഞ്ഞു ഞാൻ ഇനി എൻ്റെ ഭർത്താവിൻ്റെ കൈ കൊടുക്കാമെന്നല്ല പറഞ്ഞത്, അവൻ്റെ പേരെടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ഇന്നാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഉറക്കെ അവൻ്റെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു ഇങ്ങോട്ട് വാ, ഇതിൽ ആരെയാണ് വിളിച്ചത് നീ? അപ്പോൾ എൻ്റെ ഭർത്താവിനെ ഞാൻ വിളിച്ചത്. എങ്ങനെയാണ് നീ വിളിച്ചത്? പേരെടുത്ത് വിളിച്ചു. അതിനിപ്പോൾ എന്താ കുഴപ്പമെന്താ? ഞാനിനി സാറേ പോലെ യജമാനനെ എന്ന് വിളിക്കണോ? അതുവരെ ഞാൻ താഴണം? അതിനൊന്നും എന്നെ കിട്ടത്തില്ല. പഠിപ്പിൻ്റെ മുൻകായിരിക്കുവേ. സ്വോത്രം വന്നില്ല. അപ്പം നിങ്ങൾ യജമാനനെ എന്നും പറഞ്ഞ് കളിയാക്കിയൊന്നും ഭർത്താവിനെ വിളിക്കാനൊന്നും പോകണ്ട. എന്നാലും കൊടുക്കേണ്ടുന്നൊരു ബഹുമാനം ദൈവം നിങ്ങൾക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. ഒരു സ്വോത്രം വന്നില്ല. സ്വോത്രം. നിങ്ങളെല്ലാവരും സാവരിമാരെല്ലാം തലയെ തുണിയിട്ടിട്ടുണ്ട് ഉണ്ടല്ലോ. ഉണ്ട് എല്ലാവരും കുഞ്ഞുങ്ങളെ തുണിയിട്ടുണ്ട്. എന്തിനാ തുണിയിട്ടിരിക്കുന്നത്? ചുമ്മാ ഒരു രസത്തിന് വേണ്ടി കാസ് എല്ലാവരും ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും ഇട്ടു. എന്തിനാ തുണിയിട്ടിരിക്കുന്നത്? ഒരു ബഹുമാനം. ആർക്ക് ബഹുമാനം? ദൈവത്തിന് ബഹുമാനം. ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, സ്ത്രീകൾ തലയിൽ മൂടപടമിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാത്തവരെല്ലാം തല മുട്ട അടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ. എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾക്ക് മുകളിൽ ഒരു അധികാരം ഉണ്ടെന്ന് കാണിക്കുന്നത് ഒരു സൂചനയാണ്. സ്വോത്രം വന്നില്ല. എല്ലാവരും ഇന്ന് പോയോ? ഒരു സ്വോത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ ഒരു അധികാരം ഉണ്ടെന്നുള്ളതിൻ്റെ സൂചനയാണ്. ആരാ അധികാരി? പറഞ്ഞേ വിലാസിനെ പറഞ്ഞേ, ആരാ നിങ്ങളുടെ മുകളിലുള്ള അധികാരി? ദൈവം. ഗ്ലോറി. സഹോദരൻ പറഞ്ഞ ആരാ അധികാരി? പറ. ഈ ഹൈന്ദവ സമുദായത്തിൽ കല്യാണം കഴിഞ്ഞു. ഹൈന്ദവ സമുദായം ഇവിടെ ക്രിസ്ത്യാനികൾ പോലും ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞവർ ഒരു സംഭവം ചെയ്യും. എന്താ വിടുമെന്നറിയാം? എന്താ വിടും? സജി ബ്രദർ ഇവിടെ അങ്ങ് ഇല്ലേ? ഇവിടെ ഇരുന്നോ? മനസ്സ് പോകുമ്പോൾ നമുക്കറിയാം ഇവിടെ പോകുന്നത്. ഈ ഒരു സംഭവം എന്താണെന്നറിയാം? സിന്ദൂര കണ്ടിട്ടുണ്ടല്ലോ. പണ്ട് നമ്മൾ കുറച്ച് പേരൊക്കെ ഇട്ടിട്ടുള്ളതില്ലേ? സിന്ദൂര ഇടുന്നതിനെന്നറിയാം. എന്തിനാ സിന്ദൂര ഇടുന്നത്? ഭർത്താവ് പറഞ്ഞോ? ഞാൻ ആരെയും കളിയാക്കില്ല. പറഞ്ഞോ? ഭർത്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് അറിയിക്കാൻ, ഒരു ഭർത്താവ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ വരുന്നത്? സിന്ദൂരിടുന്നത്. നിങ്ങൾ തലയിൽ തൊടി കിട്ടത് എന്തിനാ? നിങ്ങൾക്ക് മോളിലൊരു വിലാസിനെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ വിലാസിനോട് ഉയരത്തിലൊരാളുണ്ട്. അങ്ങ് ഉയരപ്പോനൊക്കെ വരട്ടെ, അതിനെന്താ? അതിന് മുകളിൽ ഒരാളുണ്ട്. അതിന് മുകളിലല്ല, നിങ്ങളുടെ മുകളിൽ ഒരാളുണ്ട്. വേദവസ്തു ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ സൗരമാരെ നിങ്ങളുടെ മുകളിൽ തലയിൽ തുണിയിട്ടതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം നിങ്ങളുടെ മുകളിൽ ഒരാളുണ്ട്. ആരാ? എന്നാലും ചൂണ്ടിക്കാണിക്കത്തില്ല. ചൂണ്ടിക്കാണിക്കൽ മാറിപ്പോയാലും നമ്മുടെ മുകളിൽ ഒരാളുണ്ട്. ആളുടെ പേരൊന്ന് ഉറക്കെ പറയാമോ? പക്ഷെ കൺഫ്യൂഷൻ. കർത്താവെന്ന് പറയണോ ഭർത്താവെന്ന് പറയണോ? അതാ കൺഫ്യൂഷൻ. നമ്മുടെ മുകളിലുള്ള ഒരാളാണ് സൗര്യമാരെ. നിങ്ങളുടെ മുകളിൽ ഒരു ആളുണ്ട്, ഭർത്താവ്. മറന്നുപോയത് ഭർത്താവ്. ഒരു കാര്യം പറയാം, ഭർത്താവിന് ബഹുമാനം കൊടുക്കാത്ത ഒരു സ്ത്രീ പ്രാർത്ഥിച്ചാൽ
നിങ്ങൾ എഴുതി വെച്ചോ, ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു, എല്ലാവരും സ്വത്രം പറഞ്ഞു. ഇത് മാറ്റണമെന്ന് ഞാൻ എത്രയോ ആളുകൊണ്ട് വിചാരിക്കാം, ഒരു കാലത്ത് നടക്കുന്നില്ല. ഈ പുതുവർഷത്തിലെങ്കിലും നടക്കട്ടെ. സ്വത്രം. അപ്പോ കേട്ടാട്ടെ, ഭർത്താവിന് ബഹുമാനം കൊടുക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. എൻ്റെ സ്വന്തം അഭിപ്രായമല്ല, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുക, കേൾക്കത്തില്ല. നിങ്ങൾ ഉപവാസം എടുത്താലും ശരി, നിങ്ങൾ 38 എടുത്താലും ശരി, നിങ്ങൾ എത്ര കിടന്ന് കരഞ്ഞാലും ശരി, ഭർത്താവിന് കീഴ്പ്പെടാത്ത ഭാര്യയുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. കുത്തുണ്ടാകുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, നല്ലതിന് വേണ്ടി. 2 ദുഃഖമുണ്ട്, അറിയാം. ബൈബിൾ വായിച്ച 2 തരത്തിൽ ദുഃഖമുണ്ട്. ഒന്ന്, ഒരു ദുഃഖം പാപത്തിൽ പിശാച് കൊണ്ടുപോകുന്ന ദുഃഖം, അത് രോഗിയാക്കി മാറ്റും, അത് പിശാചിന്റെ ദുഃഖമാണ്. രണ്ടാമതൊരു ദുഃഖമുണ്ട്, അത് മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു ദുഃഖം, അത് ദൈവത്തിന്റെ ദുഃഖമാണ്. ഗുണമുണ്ടോ? അപ്പൊ എത്ര ദുഃഖമുണ്ട്? ഓർക്കെ പറയാം, എത്ര ദുഃഖമുണ്ട്? 2 ദുഃഖമുണ്ട്. ഒന്ന് എന്ത് ചെയ്യും? മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകും. മറ്റൊന്നോ ഇവിടെ സ്ഥലമാണ്. ഒന്ന് മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ദുഃഖം, മറ്റൊന്ന് പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന ദുഃഖം. അതുകൊണ്ട് സഹോദരിമാരെന്ത് ചെയ്യണം? തലയിൽ തുണി ഇട്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഈ മുസ്ലിംസിൻ്റെ ഇടയിൽ അവര് പ്രാർത്ഥിക്കാൻ നേരത്ത് മാത്രമല്ല തലയിൽ ഇങ്ങനെ തുണിയിടുന്നത്. അവർ 24 മണിക്കൂർ കിടക്കുന്നതിന് വരെയും അവർ തലയിൽ തുണിയിടും. അവർ സൂചിപ്പിക്കുന്നത് നമുക്ക് മുകളിലൊരു ഭർത്താവുണ്ട്, നമുക്ക് മുകളിലൊരു അള്ളാഹുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ മുകളിൽ ഭർത്താവുണ്ട്. ഭർത്താവ് കഴിഞ്ഞിട്ടേ നിനക്ക് ദൈവമുള്ളൂ. ചില നമ്മുടെ നാടൻ ഭാഷ മാതാ പിതാ ഗുരു ദൈവം, തെറ്റായ ചിന്തയറിയാം. എന്നാലും അത് നമ്മൾ പഠിച്ചു വെച്ചൊക്കെയല്ലേ. മാതാ പിതാ ഗുരു ദൈവം, ദൈവമാണ് ആദ്യം വരട്ടെ, ഇതിനെ നേരെ കൊണ്ട് അവസാനം കൊണ്ടിട്ടും. അപ്പോൾ നമുക്ക് ദൈവമാണ്. എന്നാലും നമുക്ക് സൗകര്യമാർക്ക് ദൈവത്തെ സമീപിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അവർക്ക് പറയാം, സൗകര്യമാരെ പറ, ആദ്യം എന്ത് ചെയ്യണം? കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചതുപോലെ ഓർമ്മയില്ല, പിന്നെയാണ് ഇനിയിപ്പോൾ ഇത് സ്തോത്രം വന്നില്ല. ഈ ശുശ്രൂഷയുടെ നടുവിലൊരു മാനസാന്തരം ഉണ്ടായില്ലെങ്കിൽ ആ ശുശ്രൂഷ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങളിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പുറത്ത് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രസംഗം കേൾക്കാം, DYFയുടെ പ്രസംഗം കേൾക്കാം, അതിനങ്ങനെ ഒരു മാറ്റം വരത്തില്ല. പക്ഷെ സുവിശേഷത്തിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കും. ഞാൻ പതുക്കെ സംസാരിക്കുന്നതെങ്കിലും ദൈവം വലിയ ശക്തനായ ദൈവമായതുകൊണ്ട് ദൈവം ക്രിയ ചെയ്തോളും. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. എത്ര പേര് ഇതിനകത്ത് വിട്ടുകൊടുക്കും? സഹോദരിമാർ മാത്രം കരവെത്തി, കുഞ്ഞുങ്ങൾ വരുന്നത് സഹോദരിമാർ മാത്രം കരവെത്തി, സഹോദരിമാർ മാത്രം. സഹോദരിമാരില്ലേ? ആൻറ്റി സൗരി അല്ലേ? ആയു അതോടും കൂടെ പോയി. ആൻറ്റി സൗരി വിലാസിനെ എന്താ പറയുക? സൗരി അല്ലേ? സൗരിയല്ല, അത് ആൻറ്റിയാണ്. അവിടെ ഞാൻ പറയുന്നത്, ഒന്നാമത് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഇനിയിപ്പോൾ 3 ദിവസത്തെ ഉപവാസം വരിക, നിങ്ങൾ എങ്ങനെ തലകുത്തനെ കരഞ്ഞാലും ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല. അതാ ബൈബിളിന്റെ വ്യവസ്ഥ. അതുകൊണ്ട് രമ്യതപ്പെടാനുള്ളവർ എന്ത് ഒഴുകണം? ചെന്ന് രമ്യതപ്പെട്ടോണം. ക്ഷമിക്കാനുള്ളവരെല്ലാം ക്ഷമിച്ചോണം. ഭർത്താക്കന്മാർക്കും എന്ത് ചെയ്യാമെന്നുള്ളതല്ല, ഭർത്താക്കന്മാരും അതിൽ കിടപ്പെട്ടവരാണ്. ബൈബിൾ പറയുന്നത് അവരെന്ത് ചെയ്യാം? സമർപ്പിക്കപ്പെട്ടവരാണ്. ഭാര്യ അന്ത്യത്തോളം പോറ്റി പുലർത്തമെന്ന് സമർപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഭാര്യമാരെ കരുതുന്ന വിഷയത്തിലും ഭർത്താക്കന്മാരൊട്ടും പുറകോട്ടും പോകട്ടെ. ഞാനിതൊന്നും പറയാൻ വന്നതല്ല, പക്ഷെ വന്ന് പറഞ്ഞു പോയതാണ്. എന്നാൽ നമുക്ക് തിരിച്ച് വചനത്തിലോട്ട് വരാം. സ്തോത്രം. സങ്കീർത്തന പുസ്തകത്തിലോട്ടൊന്ന് വരാം. 119 സങ്കീർത്തനം, 119 സങ്കീർത്തനം, അതിൻ്റെ 9 വാക്യം മുതൽ നമുക്കൊന്ന് ധ്യാനിക്കാം. സ്തോത്രം. സങ്കീർത്തന പുസ്തകം 119. അത് ദാവീദ് എഴുതിയെന്ന് ഒക്കെ അനുമാനിക്കുന്നു. ആരെഴുതിയെന്നുള്ളത് നമുക്ക് വിഷയമല്ല. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടു, അതുകൊണ്ട് നമുക്കത് വിലപ്പെട്ടത്. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ സങ്കീർത്തന പുസ്തകത്തിനകത്ത് ഒരു ഭക്തൻ പറയുന്ന 1-2 വിലപ്പെട്ട വസ്തുതകൾ ഇതിനകത്തുണ്ട്. അത് ജീവിതത്തിനകത്ത് നമ്മൾ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് സമർപ്പിക്കപ്പെട്ടവരുടെ ക്വാളിറ്റീസ്, നമുക്ക് എങ്ങനെ ഒരു വസ്തുത പഠിക്കാൻ പറ്റുന്നത്? ഒരാളെ കണ്ടാലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഒരാളെ കണ്ടാൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ വേദപുസ്തകത്തിനകത്തുള്ള ഒത്തിരി മാതൃകകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അവരെ കണ്ടാൽ നമ്മൾ പഠിക്കുന്നത്. സ്വത്രം.
അപ്പോൾ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 9-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാം. 9-ാമത്തെ വാക്യം വെച്ച് 119-ാം സങ്കീർത്തനമാണ് ഈ വായിക്കുന്നത്. 9-ാമത്തെ വാക്യം വായിച്ചു. ബാലൻ എന്ന നടപ്പിനെ യങ് മാൻ, യൗവനക്കാരൻ, അത് ബാല്യക്കാരനാണ്, ബാല്യൻ എന്നാണ് ഈ യൗവനക്കാരൻ, യങ് മാൻ. ഒരു യൗവനക്കാരൻ തന്റെ നടപ്പിനെ എങ്ങനെയാ ക്രമപ്പെടുത്തുന്നത്? നിർമ്മലമാക്കുന്നത് എങ്ങനെ? ഓ, ഒരു സ്തോത്രം പറയണം, ഒരു സ്തോത്രം പറയണം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് അവന്റെ വചനത്തെ അവന്റെ മുഴുവുള്ളത്തോടുകൂടെ അവൻ തേടുമ്പോഴാണ്. വചനത്തെ മുഴുവുള്ളത്തോടും കൂടെ തേടുമ്പോൾ, അപ്പോൾ വചനത്തെ മുഴുവുള്ളത്തോടും കൂടെ അന്വേഷിക്കണം. സ്തോത്രം. സത്യമായി ഞാൻ ചോദിക്കാം, പുസ്തകം വായിച്ചവർ എത്ര പേരുണ്ടെന്ന്? ഈ വേദപുസ്തകം വായിച്ചവർ എത്ര പേരുണ്ടെന്ന്? 1, 2, 3, 4, 5, 6. ബാക്കിയുള്ളത് ഞാൻ ചോദിക്കാം, നിങ്ങൾ എന്താ വായിക്കാൻ? സമയം കിട്ടിയില്ല. പ്രാർത്ഥിച്ചവർ എത്ര പേരുണ്ട്? കണ്ടോ, ബൈബിൾ വായിക്കാത്തവർ പ്രാർത്ഥിച്ചിരിക്കുന്നു. ബൈബിൾ വായിക്കാത്തവർ പ്രാർത്ഥിച്ചിരിക്കുന്നു. പ്രാർത്ഥിച്ചു. നമ്മുടെ കുഴപ്പം അതാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ മിടുക്കരാ, പക്ഷെ വചനം ധ്യാനിക്കാൻ മിടുക്കരല്ല. സ്തോത്രം. ഒരു കാര്യം മനസ്സിലായി, വചനം വായിക്കാത്ത ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിക്ക് പരിഭവങ്ങൾ മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. കൂടെ ഉണ്ടോ? പക്ഷെ വചനം ധ്യാനിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വചനത്തിനകത്തുള്ള വെളിപ്പാടനുസരിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മൾ ഇന്നും പരിഭവങ്ങൾ മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കാരണം നമ്മുടെ അകത്ത് വചനമില്ലാത്തത് കൊണ്ടാണ്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഈ ഭക്തന്റെ ജീവിതത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഇതിനകത്തുനിന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധ ഇവിടെ ആയിരിക്കണം. സ്തോത്രം. ഇവിടെ പറയും, എങ്ങനെയാ ദൈവമേ ഒരു യൗവനക്കാരൻ എങ്ങനെ ഒരു വിശുദ്ധിയോടുകൂടെ ഒരു ശുദ്ധീകരണത്തോടുകൂടി എങ്ങനെ അവന് നിൽക്കാൻ കഴിയും? അവന്റെ വചനത്തെ അന്വേഷിക്കുമ്പോൾ, അവന്റെ വചനത്തെ അന്വേഷിക്കും. അതുകൊണ്ട് സഭയുടെ പ്രാരംഭമായി ഞാൻ വിളിച്ചു പറയട്ടെ, വചനത്തെ അന്വേഷിക്കണം. അത് നിങ്ങളുടെ ലൈഫ്, അത് നിങ്ങളുടെ എന്താ പറയുന്നത്, അത് നിങ്ങളുടെ ഭാഗമായി മാറണം. ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമായി മാറണം. ഞാൻ നിങ്ങളെ പോലെ മനുഷ്യൻ, എനിക്കറിയാം. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം ഞാൻ പറയാം. ഇന്ന് ഇതൊരു വലിയ സംഭവമായി മാറിയിരിക്കുകയാണ്. മൊബൈൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമായി മാറിയിരിക്കുകയാണ്. ഇതിനകത്ത് ഒത്തിരി സംഭവങ്ങളുണ്ട്. യൂട്യൂബ് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിനകത്ത് ആരും തടസ്സം പറയത്തില്ല. ഇനി ദൈവം ചിലപ്പോൾ ചെയ്യത്തില്ല. കാരണം ഫ്രീ വിൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. തിരഞ്ഞെടുക്കാനുള്ള വഴി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു സ്തോത്രം പറയാമോ? പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു വസ്തുത, ഇതിനകത്ത് യൂട്യൂബിനകത്തോ മറ്റു വസ്തുതയ്ക്കകത്തോ എത്രമാത്രം സമയം നമ്മൾ ലൗകികമായ കാര്യങ്ങൾ ചെലവിടുന്നുവോ, നമ്മുടെ അകത്തുനിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ആത്മിക കാര്യങ്ങൾ കുറയും. നിങ്ങൾ അത് നോക്കി വെച്ച് കുറച്ച് കഴിഞ്ഞ് ഫേസ്ബുക്ക് നോക്കി, കുറച്ച് കഴിഞ്ഞ് യൂട്യൂബ് നോക്കി, എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പുസ്തകം തുറന്നാൽ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വരത്തില്ല. കൂടെ ഉണ്ടോ? ഇന്നിവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും മൊബൈൽ അഡിക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർ അതിൽ ആമേൻ പറയും? നിങ്ങൾ വന്നിരിക്കുന്ന ദൈവസന്നിധിയിലാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ, പക്ഷെ നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും മൊബൈലിൽ അഡിക്റ്റ് ആണ്. അഞ്ച് ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ തന്നെ അങ്ങേർക്ക് ഒരു സംഭവത്തിൽ അഡിക്റ്റാ. എന്താ സംഭവം? മൂക്കുപൊടി വർഷങ്ങളായിട്ട് വലിക്കുന്നു. അത് ഉപേക്ഷിക്കാൻ പുള്ളിക്ക് പറ്റത്തില്ല. അഡിക്റ്റാണ്. ചിലതിനൊക്കെ നമ്മൾ അഡിക്റ്റാണ്. ഒരു സ്തോത്രം പറയാം. നമ്മൾ എന്തിനൊക്കെയോ നമ്മൾ അഡിക്റ്റായി കിടക്കുന്നു. അഡിക്റ്റ് എന്ന വാക്കിനർത്ഥം എന്താ? അധീനത. അല്ലാതെ കീഴ്പ്പെട്ട് കിടക്കുന്നു, പുറത്തു വരാൻ കഴിയുന്നില്ല. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അങ്ങയുടെ കാലുകൾക്ക് കീഴ്പോട്ട് തളർന്നിരിക്കുകയാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന മനുഷ്യൻ പെട്ടെന്ന് നാട്ടിലോട്ട് വന്നു. ചികിത്സ തേടി ആശുപത്രി ചെന്നപ്പം പറഞ്ഞു, മെഡിക്കൽ കോളേജ് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഇനി ചികിത്സ ചെയ്യാൻ പറ്റത്തില്ല, നിക്കോട്ടിന്റെ അളവ് കൂടിയിരിക്കുന്നു, പുകവലി, അസാധ്യ പുകവലി. പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചു, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? പുള്ളിക്കാരൻ പറഞ്ഞു, അതിനല്ലേ ഞാൻ ഇരിക്കുന്നത്, പ്രാർത്ഥിക്കണം മാസം, ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, അതിനുവേണ്ടി ഞാൻ ഇത്രയും ദൂരത്തു നിന്ന് വന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പുകവലി മാറ്റാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അത് മാത്രം പറയരുത്, അത് മാത്രം പറയരുത്. അത് മാറ്റാതെ നിനക്ക് എവിടെ സൗഖ്യം കിട്ടാൻ പോകുന്നേ? നമുക്ക് ചിലരൊക്കെ ഉപേക്ഷിക്കാൻ വയ്യ,
പക്ഷെ ചിലത് വേണം. കൂടെ ഉള്ളവർക്കായി സ്തോത്രം. നമുക്ക് ചിലത് ഉപേക്ഷിക്കാൻ വയ്യ, മനസ്സില്ല. ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറഞ്ഞു, ചിലത് ഉപേക്ഷിച്ചാലേ ചിലത് കിട്ടത്തുള്ളൂ. നൂലാമാലകൾ പോലെ എവിടെയൊക്കെ ചിലത് പിടിച്ചു നിൽപ്പുണ്ട്, അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാക്കി ദൈവം ചിലത് നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് ഭാവനയിലൊന്ന് കണ്ടേ, കാത്തിരിക്കുന്ന ഒരു ദൈവം. ഒരു വീട്ടിനകത്ത് 2 പുത്രന്മാർ, ഒരുത്തൻ വീട്ടിനകത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ഒരുത്തൻ ഇളയവനാണെങ്കിൽ ദോഷമായി നടക്കുന്നു, ദോഷയായി നടക്കുന്നു. വീട്ടിൽ നിന്ന് അവകാശം അടിച്ചിട്ട് അവൻ ദൂരത്ത് പോയി. സ്വന്തം ദൂരെ പോയവൻ എവിടെ നടന്നു? വ്യഭിചാര കുറ്റത്തിൽ വ്യഭിചാരമൊക്കെ ചെയ്ത് അങ്ങനെ പണം ചെലവാക്കി എല്ലാം നടന്നവന്റെ വർത്തമാനം ഞാൻ കേട്ടാൽ ഒരു കാരണവശാലും എന്റെ മകനെ എന്റെ പഠിക്കകത്തോട്ട് കയറ്റത്തില്ല. കാരണം ഞാൻ അവനെ ഉപേക്ഷിച്ച് കളയും. അവൻ എനിക്ക് ഇഷ്ടമല്ല. സമൂഹത്തിന്റെ മുമ്പിൽ എന്നെ നിന്ദിച്ചത് കൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. പക്ഷെ ഇവിടെ ഒരു അപ്പനെ കുറിച്ച് വരച്ച് കാണിക്കുന്നു. അവൻ തിരിച്ചു വരുന്നവൻ കാത്തു നിൽക്കുന്ന ഒരു അപ്പൻ. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ചിലത് ഉപേക്ഷിച്ചിട്ട് വരാൻ വേണ്ടി കർത്താവ് കാത്തു നിൽപ്പുണ്ട്. എത്ര പേർക്ക് അതിന് ആമേൻ പറയാനുണ്ട്? കാത്തു നിൽക്കുന്ന ഒരു അപ്പൻ, മകന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു അപ്പൻ, നഷ്ടപ്പെട്ട ബോധത്തോടുകൂടി നിൽക്കുന്ന ഒരു മകന്റെ മനോഭാവത്തെ മാറ്റാൻ കാത്തു നിൽക്കുന്ന ഒരു അപ്പൻ. നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു അതെല്ലാം തിരികെ തരാൻ നമ്മുടെ ദൈവം ശക്തനാ. വേറെ ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല നഷ്ടപ്പെട്ടു പോയ സമയത്തെ തിരിച്ചു തരാമെന്ന്. ഈ പുസ്തകം മാത്രം വിളിച്ചു പറഞ്ഞു സമയത്തെ പോലും തിരിച്ചു തരാമെന്ന്. കഴിഞ്ഞ ദിവസത്തിൽ ഒരു സൂം മീറ്റിങ്ങിനകത്ത് ഞാനൊരു സഹോദരിയോട് സംസാരിച്ചോണ്ടിരിക്കും. ഒരു സൂം മീറ്റിങ്ങിനകത്ത് ഒരു സഹോദരിയെ സംസാരിച്ചോണ്ടിരിക്കും. പെട്ടെന്ന് എൻ്റെ ആത്മാവിനകത്ത് ദൈവം സാറാമച്ചി എന്നൊരു വിളി ഞാൻ വിളിച്ചപ്പോഴത്തേന് അവര് പറഞ്ഞു, 2ാമത്തെ ആളാണ് എന്നെ സാറാമച്ചി എന്ന് വിളിക്കുന്നത്. കാരണം എനിക്ക് വയസ്സ് ഇത്രയായി, എനിക്ക് 3ാമത് ഒരു കുഞ്ഞിനെ ദൈവം തന്നു. അത് ഈ വാർദ്ധക്യത്തിലാണ് തന്നത്. സ്തോത്രം. എന്തിനാണ് പറഞ്ഞെന്നറിയാമോ? ശരീരം ജനിച്ചു പോയാലും വാർദ്ധക്യം ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. സാറാമച്ച് ഒരു ഒറ്റച്ചിരിയോടെ ചിരിച്ചു. ദൂതൻ ചോദിച്ചു, നീ ചിരിച്ചോ? ഇല്ല. ദൈവത്തിന് എല്ലാം തരാൻ ശക്തനാ. സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം, ആദ്യം മാറ്റേണ്ട മനോഭാവം പിശാചിൽ നിന്ന് കൂടെ നടക്കുന്നുള്ള ചിന്താഗതി നീ മാറ്റണം. ദൈവമക്കളെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് എപ്പോഴും പോരാട്ടമാണ്. ഇടത്ത് വെച്ചാൽ തിരിഞ്ഞാൽ പോരാട്ടം, വലത്ത് വശത്ത് തിരിഞ്ഞാൽ പോരാട്ടം, ബാക്കിലോട്ട് തിരിഞ്ഞാൽ പോരാട്ടം. പോരാട്ടം ഉണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ പൗലോസ് ലേഖനം വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിനകത്താണ് നിങ്ങളൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞുതരാം എപ്പോഴാ പിശാചികർ പിടിക്കുന്നത്. പ്രമാണം വിട്ടുപോയാൽ അവൻ എപ്പോ പിടിച്ചെന്ന് ചോദിച്ചാൽ മത്തായി 12:43 മുതൽ 45 വാക്യം ഇങ്ങനെ പറയുന്ന, അശുദ്ധാത്മാവിന് മനുഷ്യനെ വിട്ടുപോയ ശേഷം പുറപ്പെട്ട് തന്ന തണുപ്പുള്ള സ്ഥലങ്ങൾ കൂടെ നീളുള്ള സ്ഥലങ്ങളുടെ തണുപ്പനുസരിച്ച് കണ്ടുകിട്ടുന്നില്ല താനും. പിന്നെ അവൻ വിട്ടേച്ച് വന്ന് തന്നെ നേരത്തെ ഭവനത്തിൽ നോക്കുമ്പോൾ അടിച്ചു മാറ്റി വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് കണ്ടിട്ട് അവൻ പോയി തന്നെ തൊട്ടതേറിയ 7 എണ്ണത്തിനെ കൂടെ കൊണ്ടുവന്ന് പാർക്കുന്നു. ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തിനെ കാട്ടിലും മോശമായിപ്പോയി. അതുകൊണ്ടാണ് പറഞ്ഞ മനസ്സ്, ഇപ്പൊ നേരത്തെ വായിച്ച മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മാനസാന്തര അനുഭവമില്ലെങ്കിൽ ഉറപ്പായും പിശാച് വരും. കൂടെ ഉള്ളവർക്ക് സ്തോത്രം. നമ്മൾ ആരുടെ കൂട്ടുകാരാണ്? പിശാചിന്റെ കൂട്ടുകാരാണോ ദൈവത്തിന്റെ കൂട്ടുകാരാണോ? പറ, ആരുടെ കൂട്ടുകാരാ? അങ്ങനെ നടക്കാനാണോ ഇഷ്ടം? ആണോ? ആണോ? ആണെങ്കിൽ ഇവൻ എന്തുവായിക്കൊള്ളട്ടെ. സ്തോത്രം. ഇപ്പൊ തിരിച്ചു വരാം. വായിച്ചേ 11ാമത്തെ വാക്യം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. സ്തോത്രം. നമ്മളിതൊക്കെ വായിച്ചു വിടുന്ന ഭാഗം, നമ്മൾ ഭയങ്കരമായിട്ട് വായിച്ചു വിടുന്ന ഭാഗമാണ്. നമ്മൾ ചിന്തിച്ചിട്ടൊന്ന് പോകണം. എന്താ സിസ്റ്റർ വായിച്ചു? ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. സ്തോത്രം പറഞ്ഞില്ല. പുസ്തകം കയ്യിലുള്ളവരെല്ലാം മുക്കി പിടിച്ച്, പുസ്തകം കയ്യിലുള്ളവരെ പിടിച്ചു. ഈ പുസ്തകം അകത്തുള്ളവർ മാത്രം ഇനി കൈ പൊക്കി വെച്ചാൽ മതി. ബാക്കിയുള്ളവരെ താറ്റിട്ട് പുസ്തകം അകത്തുള്ളവർ മനസ്സിലായില്ലേ? പുസ്തകത്തെ ഷട്ടിനകത്ത് ബുദ്ധി കയറ്റാനില്ല പറഞ്ഞു. പുസ്തകം അകത്തുള്ളവർ മാത്രം കൈ വെച്ചാൽ ബാക്കിയുള്ളവർ താഴ്ത്തിയിട്ടാണ്. പൊക്കയോട് സൂക്ഷിച്ച് പൊക്കയോ നടന്ന് ഞാൻ ചോദിക്കും. നമ്മുടെ കുഴപ്പം പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്, പുസ്തകം നമ്മുടെ അകത്തില്ല.
ഇരമ്യ ഒരു ചെറുപ്പക്കാരനൊരു കൊച്ചു ബാലൻ ദൈവസേന നിൽക്കുക. ദൈവം അവനെ വിളിച്ചു, ഇങ്ങോട്ട് പാടാൻ പറഞ്ഞു. എൻ്റെ ഭാവനെ പറയും, എന്താ ദൈവം, നിന്നെ അടുത്ത തലമുറയ്ക്ക് ഒരു പ്രവാചകനാക്കാൻ പോവുകയാണ്. എനിക്കതിനെ പറ്റത്തില്ല, എനിക്ക് അതിനെ ഒന്നും അറിയത്തില്ല, നീ അതൊന്നും പഠിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യുന്നു, വാ ഒന്ന് തുറന്നു തന്നാൽ മതി. ആ വായ ഒന്ന് തുറന്നു കൊടുത്തു, ചുരുളെടുത്ത് അകത്തോട്ട് കൊടുത്തു, എന്നിട്ട് കഴിക്കാൻ പറഞ്ഞു. ഓ, എന്തൊരു ടേസ്റ്റ് എന്നറിയോ, തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. സ്തോത്രം, സ്തോത്രം. യേശു അകത്തുണ്ട് എന്ന് ഉറപ്പുള്ളവർ മാത്രം ഒരു സ്തോത്രം പറയാം. യേശു അകത്തുള്ളവൻ ഉണ്ടെന്നുള്ളവർ മാത്രം, വചനം അകത്തുണ്ടെന്നുള്ളവർ മാത്രം സ്തോത്രം ചെയ്യാം. ഇത് രണ്ടും ഒന്ന് തന്നെയാ. യേശു എന്ന ആളുണ്ടെങ്കിൽ വചനം അകത്തുണ്ടായിരിക്കണം. സ്തോത്രം. ഇവിടെ ഇവൻ പറയുക, എന്താ പറയുക, നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നു, സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു. Your word I have hidden in my heart. ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. സ്തോത്രം വന്നില്ല. നിങ്ങൾ കൂടെ ഉണ്ടോ? ഒളിപ്പിച്ചു വെക്കുന്നു. എവിടെ ഒളിപ്പിച്ചു വെച്ചെന്ന? ഹൃദയത്തിനകത്ത്. ചിലർക്ക് പള്ളിയിലൊക്കെ വരുമ്പോൾ കണ്ടിട്ടില്ലേ, പാവനയുടെ ബാഗ് കവറിനകത്ത്, പാവനയുടെ കവറിനകത്ത് മുമ്പ് ആദ്യം മലയാള മനോരമ പേപ്പറിൽ പൊതിഞ്ഞ്, പിന്നെ പാവന എന്ന ടെക്സ്റ്റൈൽസ് കവറിനകത്ത് വെച്ച് അതിനെ മടക്കി ബാഗിനകത്ത് കുത്തിക്കയറ്റി വെച്ച് ഇവിടെ വരും. വന്നൊരു ഇരിപ്പിരിക്കും. ആദ്യം തുറക്കും പാവനയുടെ കവർ, രണ്ടാമത് വരും ന്യൂസ് പേപ്പർ, മൂന്നാമതേ വചനം വരത്തുള്ളൂ. എവിടെ ഒളിപ്പിച്ചു വെച്ചു? 3 അറയ്ക്കകത്ത് ഒളിപ്പിച്ചു വെച്ചു. പിന്നെ ചിലരുടെ കയ്യിൽ അതില്ല, വേറ്റ് കൊണ്ടുവരുമ്പോൾ വേറ്റ. ഇനി ഞാനും കൂടെ വീണ് പോയല്ല. ഇത് ചുമക്കുന്നത് എത്രയോ സത്യം. പണ്ട് ഇത്തിരി കച്ചവടത്തിലേക്ക് ആയപ്പോഴത്തേനും ഞാൻ വണ്ടി വാടകയ്ക്ക് എടുത്തു, ബിസിനസ്സൊക്കെ നിർത്തിയ സമയത്ത്. അപ്പോൾ വണ്ടി എനിക്ക് ആകെ കൂടെ ആശ്രയം ഉണ്ടായിരുന്നത് ഈ പുസ്തകമാണ്. എന്നെ എവിടെ ഡ്യൂട്ടി കിട്ടാലും ഞാൻ ഈ പുസ്തകം കൊണ്ടേ പോകത്തുള്ളൂ. അപ്പം ഞാൻ പുസ്തകം വാങ്ങിക്കും. ചില സമയത്തൊക്കെ ജോലി ഇല്ലാതെ വരുമ്പോൾ വീട്ടിൽ പോകത്തില്ല, വണ്ടിക്കകത്ത് തന്നെ കൊണ്ട് എവിടെയെങ്കിലും ഒരു മരുഭൂമി കൊണ്ടങ്ങ് സൈഡിലാക്കും, ബൈബിൾ തുറക്കും, വായിക്കും. എന്നിട്ട് അവിടെ നിന്ന് കരയുകയും പ്രാർത്ഥനയും. ഒരു ദിവസമായപ്പോഴത്തേക്ക് ഞാനൊരു വണ്ടി വാടകയ്ക്കെടുത്തു. വണ്ടി വാടകയ്ക്കെടുത്ത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടിയുടെ വാടക ഞാൻ കൊടുത്തില്ല. 4-5 മാസമായിട്ട് കൊടുത്തില്ല. അവൻ ഫോൺ വിളിച്ചു. അവസാനമായപ്പോഴത്തേക്ക് ഞാൻ ഫോൺ എടുത്തില്ല. നമുക്കൊരു സൂപ്പറാണല്ലോ, കുറേ മുമ്പ് ഫോൺ എടുക്കത്തില്ല. ഞാനിതെല്ലാം കഴിഞ്ഞ് വന്നുകൊണ്ട് എനിക്കറിയാം. അപ്പം ഞാൻ ഫോൺ എടുത്തില്ല. ഫോൺ മനഃപൂർവ്വം എടുക്കാം. ഈ ഉമ്മാർ വിടുവോ, അറിവികളില്ലേ. ഫോൺ എടുക്കാതെ ആയപ്പോഴത്തേക്ക് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെ വിളിച്ച് ഞാൻ ഫോൺ എടുക്കുന്നില്ല. ഒരു ദിവസമായപ്പോൾ ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് പുറത്തിറക്കിയപ്പോൾ വണ്ടി കാണാനില്ല. ഞാൻ അവിടെ എല്ലാം തപ്പി, വണ്ടി കാണാനില്ല. അകത്തിരുന്ന പോലീസിൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ നിങ്ങളെ വണ്ടി കണ്ടായിരുന്നു? പുള്ളിക്കാരൻ പറഞ്ഞ് ഞാൻ കണ്ടില്ല. പിന്നെ വണ്ടി എവിടെ പോയിട്ടു? വണ്ടിക്ക് വേണ്ടി അവൻ ഇപ്പം അമ്മ വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകത്തില്ല. ഈ വണ്ടി കാണാതെ വല്ലവരും മോട്ടിച്ചോണ്ട് പോകുമെന്ന് അറിയത്തില്ലല്ലോ. അവിടെ എല്ലാം തപ്പി, ഒരു രക്ഷയില്ല. അവസാനം നിർബന്ധപൂർവ്വം ഞാൻ അവരെ വിളിച്ചു. അതെ, ഒരു കാര്യം സംഭവിച്ചു. എന്താ? വണ്ടി കാണാനില്ല. അത്രയേ ഉള്ളൂ, നീ വന്നാൽ വണ്ടി ഞാൻ തരാം. അവന്മാരെടുത്തോണ്ട് പോയിരിക്കും. പിന്നെ മര്യാദയ്ക്ക് വിളിച്ചപ്പോൾ നീ ഫോൺ എടുക്കത്തേക്ക്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ വന്നാൽ ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം. എൻ്റെ ഉള്ള വിശ്വാസവും പോയി, എല്ലാം പോയി, എല്ലാം താഴ്ത്തിയായി. എന്നാലും ധൈര്യം സംഭരിച്ച് പിന്നെ പോകുമ്പോൾ ഒറ്റയ്ക്കേ പോകും, വേറെ ആരെയും കൂട്ടിക്കൊണ്ട് പോകത്തില്ല. നീ വെറുതെ എന്നെ നാണം കെടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ഒരുത്തന്നെ നാണം കെടുത്തണ്ടല്ലോ, ഒറ്റയ്ക്ക് പോവും. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോഴത്തേനും സാറേ പുള്ളിക്കാരൻ പറഞ്ഞു ഓഫീസിനകത്തോട്ട് കയറണം. അപ്പം ഞാൻ വിചാരിച്ച് ഇടി ഉറപ്പാണ്, അകത്ത് കയറ്റി എത്തിയ പ്രശ്നം. നോക്കിയപ്പോഴത്തേക്കും നല്ല 2-3 അറബികൾ ഇരിപ്പുണ്ട്. ഞാൻ വാങ്ങ് പോലത്തെ പൊക്കമൊക്കെ ഉണ്ടാവും. അമ്മമാർ പറഞ്ഞ് അകത്തിരിക്കാൻ പറഞ്ഞിരുത്തി എത്തിച്ച്, ചായ വേണോ, കാപ്പി വേണോ, വെള്ളം വേണോ,
ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട. ഇല്ല, കുടിച്ചേ പറ്റത്തുള്ളൂ. അമ്മമാർ വെള്ളം കൊണ്ട് വെച്ച് കട്ടൻ ചായ കൊണ്ട് വെച്ചു. ഞാൻ പറഞ്ഞു കുടിക്കരുത്. ഇല്ല, കുടിച്ചാൽ പറ്റത്തു. ഒക്കെ വന്ന കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഞാനല്ലേ പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ വണ്ടി കാണാനില്ല. ആ കിടക്കുന്ന വണ്ടിയാണോ? അത് തന്നെയാണ്. പൈസ എവിടെ? 5-6 മാസമായി സാറേ തന്നിട്ട്. ഫോൺ എന്താ എടുക്കാത്ത? ഫോൺ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അതെനിക്ക് പറ്റിയില്ല. ഇപ്പം എങ്ങനെ പറ്റി? അപ്പം നേരത്തെ വിളിച്ചപ്പെടുത്തില്ലേ, ഇപ്പം നിനക്ക് തന്നെ എന്നെ വിളിക്കാൻ എങ്ങനെ പറ്റി? അപ്പോൾ വിഷയത്തോട് അടുക്കുമ്പോൾ നിനക്ക് വിളിക്കാൻ അറിയാം അല്ലേ? ഒരു കാര്യം ചെയ്യും, പൈസ തന്നിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. രാത്രി 7:30 മണി 8 മണിയായി. എൻ്റെ ഫോൺ അമ്മമാരെ മേടിച്ച് വെച്ചു. വീട്ടിൽ വിളിക്കാനും പറ്റത്തില്ല, ആരെയും വിളിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒന്ന് ഞാൻ വിളിച്ചോട്ടെ. ആരെയും വിളിക്കാൻ പറ്റില്ല, പൈസ ഇവിടെ വെച്ചിട്ട്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്നെ ഷട്ടം വേണ്ടി പൈസ തരാം, അല്ലാതെ വേറെ ഒന്നും എൻ്റെ കയ്യിൽ. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, പൈസ വെച്ചിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞു സാറേ മൊബൈലിൽ എന്താ? പുള്ളി ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് കരാർ എഴുതി ഒപ്പിട്ടു. 1 മാസത്തിനുള്ളിൽ പൈസ തന്ന് തീർക്കാമെന്ന് പറഞ്ഞ് ഒപ്പിട്ടു. ഞാൻ പറഞ്ഞു സാറേ ഒരു കാര്യം, ഒരു ഉപകാരം ഒന്ന് ചെയ്യണം. അപ്പം അയാൾ മുസ്ലിമാണ്. അപ്പം ഞാൻ പുള്ളി ചോദിച്ചു എന്താണ്? വണ്ടിക്കകത്തൊരു സാധനം ഇരിപ്പുണ്ട്, അതൊന്ന് എനിക്ക് എടുക്കണം. അത് ചോദിച്ചാൽ അതെന്താ? ആ വാഹനം പറഞ്ഞ് തുറന്നു. എന്തൊരു പഴയ പറഞ്ഞൊരു ബൈബിൾ ഉണ്ടായിരുന്നു. ആ പുസ്തകം എടുത്ത് ഞാൻ പറഞ്ഞു ഇതാ സാധനം. പുള്ളി പറഞ്ഞു അത് എനിക്ക് വലിയ വിഷയമല്ല, നിനക്ക് വലിയ ദൈവവും വലിയ വിഷയമൊക്കെ ആയിരിക്കാം, പക്ഷേ എനിക്കത് വിഷയമല്ല. ഞാൻ പറഞ്ഞു ഇതാണ് എന്നെ നിർത്തിയത് സാറേ. ഓ ഇതാണോ പൈസ തരാതെ നിർത്തിയത്? ഇത് പഠിപ്പിക്കുന്നത് അങ്ങനെയാണോ? ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, പക്ഷേ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. പക്ഷെ 1-2 വാക്യങ്ങൾ ഞാൻ വേദപുസ്തകത്തിനകത്തുനിന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പുസ്തകം വെച്ചോണ്ടിരിക്കുന്ന കണ്ടപ്പോൾ അവനൊരു മനസ്സലിവ് തോന്നി. എൻ്റെ നിന്ന് പൈസ മേടിച്ചില്ല, എഴുതിയ പേപ്പറിന് കീറി വെച്ച് കളഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു ഈ പുസ്തകം ചുമന്നാൽ ദൈവം നമ്മളെ മാനിക്കും. കൂടെ ഉള്ളവർക്കായി സ്തോത്രം. നീ എത്ര കഷ്ടത്തിലാണെങ്കിലും നീതിയോടെ വിശ്വസ്തയോടെ നിന്നാൽ ദൈവം വാതിലുകളെ തുറക്കും. അതിൻ്റെ അനുഭവത്തിൽ നിന്നും പഠിച്ച പാഠമാണ്. സ്തോത്രം. ഇവിടെ പറയുക വചനത്തെ സൂക്ഷിച്ചു വെക്കുന്നതാണ്, ഒളിപ്പിച്ചു വെക്കുന്നു, അകത്ത് ഒളിപ്പിച്ചു വെക്കും. നമുക്ക് എഴുതിയവരോട് തന്നെ ചോദിച്ചാൽ അല്ല ദാവീദ് എന്നിടാ ഇത് നിനക്ക് കിട്ടിയത് എങ്ങനെയാണ്? നിന്റെ കയ്യിൽ വല്ല മത്തായിയുടെ സുവിശേഷം ഉണ്ടോ? വല്ല ലൂക്കോസിന്റെ സുവിശേഷം ഉണ്ടോ? അല്ല ലേഖനങ്ങൾ വല്ലതും നിന്റെ കൈവശമുണ്ടോ? ഇല്ല. പിന്നെ ഇത്രമാത്രം വിശ്വാസം, ന്യായപ്രമാണത്തിനകത്ത് വിശ്വസിച്ചിട്ട് ഇത്രമാത്രം വിശ്വാസമെങ്കിൽ പുതിയ നിയമ വിശ്വാസികളെ എത്രമാത്രം വിശ്വാസം ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇപ്പൊ ദാവീദ് ഇവിടെ ഇറങ്ങി വന്ന് നിങ്ങളെ കണ്ടാൽ ദാവീദ് ഇവിടെ ഒരൊറ്റ ചാട്ട അപ്പുറത്തോടെയാണ്. മേലല്ല നീ ആ സഭയ്ക്കകത്ത് വരും, ആ ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കില്ലേ? സ്തോത്രം. ആരാധന സമയത്ത് ദാവീദിനെ ഇങ്ങോട്ട് ഇറക്കി വിടണം, കല്ല് പോലിരിക്കണം നമ്മളെ. ആ ദാവീദിനെ ഇങ്ങോട്ട് ഇറക്കി വിടണം, ദാവീദ് അങ്ങോട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തോളാം. അവന് യേശു എന്ന നാമത്തെ കുറിച്ച് അറിയത്തില്ല, എന്നിട്ടും അവൻ ദൈവത്തെ സ്തുതിച്ചു. യേശു എന്ന നാമം പിന്നീടാണ് നമുക്ക് കിട്ടിയത്. അവനത് ലഭിച്ചിട്ടില്ല, അവൻ മുന്നമേ കണ്ടു. അവൻ കണ്ട് ദൈവത്തെ സ്തുതിച്ചു. നമുക്കിത് ലഭിച്ചിട്ടും എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നില്ല? ടെൻഷൻ, പ്രഷർ, വിഷയങ്ങൾ, അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നില്ല. കുമാരിയെ സ്തോത്രം പറഞ്ഞത് അത് വചനത്തെ എവിടെ വെച്ചിരിക്കുന്ന? ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്നു, ഒളിപ്പിച്ചു വയ്ക്കുന്നു. അതുകൊണ്ട് ഇന്ന് പറഞ്ഞു ഒളിപ്പിച്ചു വെക്കണം. 13-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. ഞാൻ പറയുന്ന വാക്യങ്ങൾ മാത്രം വായിച്ചാൽ മതി. ഞാൻ എന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെ വർണ്ണിക്കുന്നു. 15-ാമത്തെ വാക്യം. ഞാൻ എന്റെ പ്രമാണങ്ങളെ ഹലോ ഒരു സ്വത്രം പറഞ്ഞാട്ടെ. എത്ര പേരാ വചനത്തിൽ ധ്യാനിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന എത്ര പേര് വചനത്തിൽ ധ്യാനിക്കാറുണ്ട്? രാവിലെ ഒരു പ്രാർത്ഥന ഉണ്ടോ? പലധികം പണ്ടുണ്ട്. ഉഷകാലം എൻ്റെ പാട്ട് പാടി ചിലപ്പോൾ അത് പാട്ട് പാടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. എൻ്റെ സങ്കീർത്തനമൊക്കെ ഒന്ന് വായിച്ചാലേ ഇന്ന് പ്രാർത്ഥന കഴിഞ്ഞു എന്നുള്ളത്.
ദൈവമായിട്ട് നിന്നിട്ട് വർഷങ്ങൾ വേറെ കാര്യമാണ്. ഞാൻ നോക്കണേ, ഇവിടെ ഇവൻ പറയുക നമ്മൾ ധ്യാനിക്കണം. എങ്ങനെയാണ് ധ്യാനിക്കുന്നത്? നമ്മൾ ചിലർക്ക് ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ ചുമ്മാ ഇരിക്കണം. നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, എന്താ ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ട് വരുന്നത്? എന്താ പറഞ്ഞതിൻ്റെ കാര്യം? എന്താ ആ പറഞ്ഞ വാക്ക് എന്നോടാണോ? അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ ശരിക്കുള്ള ദൈവം അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി എന്താണ്? ധ്യാനിക്കണം. നമ്മൾ രാവിലെ ധ്യാനിക്കും. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുക്കളയ്ക്ക് ചായയൊക്കെ വെച്ച് ഉണ്ടാക്കി കൊടുത്ത് എല്ലാം കഴിഞ്ഞാൽ ഇന്ന് അവൻ എത്ര മണിക്ക് വരുവാണെങ്കിൽ രാവിലെ മറ്റവൻ പൈസ തരുമെന്നാണ് പറഞ്ഞത്. അവൻ 10 മണിക്ക് ആകുമ്പോഴത്തേക്ക് അവൻ്റെ വീട്ടിലും പോകണം. ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പിന്നെ ചേട്ടൻ പറഞ്ഞു, ഇന്നലെ പറഞ്ഞ് ബിരിയാണി വെക്കണം, അതുകൊണ്ട് ഇനിയിപ്പം ബിരിയാണി വെക്കണം. എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് യൂട്യൂബിൽ നോക്കി ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ചിലർക്കൊക്കെ തീ കത്തും ധ്യാനിക്കുമ്പോൾ. ഇരിക്കുന്ന ഇരിപ്പിൽ പെട്ടെന്നൊരു തീ കത്തും. അത് വചനമല്ല, വേറെ വരുന്ന തീ കത്തും. ഇപ്പോഴാണ് കത്തിയത്. എത്ര പേര് ധ്യാനിക്കാറുണ്ട്? സത്യത്തിൽ എത്ര പേര് ധ്യാനിക്കാറുണ്ട്? 2020 തീരാറായി, 2021 വന്നു. എത്ര പേര് ധ്യാനിക്കാറുണ്ട്? ധ്യാനിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ ധ്യാനിക്കാൻ തീരുമാനമെടുക്കണം. നിങ്ങൾക്ക് ഈ ടെൻഷൻ വരാനുള്ള കാര്യം എന്താണെന്നറിയോ? ടെൻഷൻ വരാനുള്ള കാരണം, പ്രഷർ കൂടാനുള്ള കാര്യം നിങ്ങൾ ധ്യാനിക്കാറില്ല. ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് ടെൻഷൻ ഇല്ല, ടെൻഷൻലെസ്സാണ്. അവൻ എന്തും ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും. കൂടെ ഉണ്ടോ? അതിലെല്ലാം ഇറങ്ങിപ്പോയോ? സ്വത്രം പറഞ്ഞാട്ടെ. ധ്യാനിക്കണം. എല്ലാവരും ഉറക്കെ പറഞ്ഞ് ധ്യാനിക്കണം. ഹിന്ദുക്കളും ധ്യാനിക്കാറുണ്ട്. അമ്മമാർ നമ്മളെ കാര്യമെല്ലാം കൂട്ടി വെച്ചിട്ട് ആരാ ധ്യാനിക്കുന്നതെന്ന് അറിയത്തില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അമ്മമാരും ധ്യാനിക്കാറുണ്ട്, നമ്മളും ധ്യാനിക്കാറുണ്ട്. ഇങ്ങനെ നമ്മളെ കാര്യമൊന്നും കൂട്ടി വെച്ചിട്ട് ഇരിക്കത്തില്ല. ആരെ മുടക്കി ധ്യാനം. എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചിരുന്നു പറയും. സ്വത്രം പറഞ്ഞില്ലാരും. പിന്നെ പ്രസംഗത്തിനിടയിൽ ഉറങ്ങുന്നവരൊക്കെ ഇത്രയും കൃപയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഉറങ്ങുന്നതിന് എത്ര കൃപ. ഒരു സ്വത്രം വന്നില്ല, അതിന് വേണമൊരു കൃപ. ധ്യാനം താഴത്തോട്ട് വായിച്ചു വരാം. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ സ്വത്രം വന്നില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നും ആ ലെവലിലോട്ടൊന്നും ഇന്ന് പോകത്തില്ല. അതുകൊണ്ടാണ് വലിയ കോലാഹലമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കില്ല. അകത്ത് കോലാഹലം അറിയാൻ അത് ദൈവം ചെയ്യുന്നത്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ചെയ്യും. ചിലപ്പോൾ അടുത്ത വലിയ കോലാഹലമായിരിക്കും. അത് ദൈവത്തിൻ്റെ പദ്ധതിപ്പെട്ട കാര്യം. ഇനി ഞാനൊക്കെ വരുത്തി കോലാഹലം വരുത്തി അത് ശരിയാക്കുന്നില്ലോ. അത് ദൈവം അവർ ഞാൻ വിട്ടുകൊടുത്ത് ചൂട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. ചില ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാ, ഞാൻ നിന്റെ വചനത്തിൽ രസിക്കും. രസമുണ്ടോ? വായിക്കുന്നതോ രസമുള്ളവർ നോക്കണേ. ഉപ്പുണ്ടോ നോക്കും. രസമാണ്, നല്ല രസമാണ്, കൊള്ളാം, നല്ല ടേസ്റ്റാണ്. ഇത് വായിച്ച രസം ഉണ്ടായവൻ ആരൊക്കെ? ഇത് വായിക്കുന്നതോ രസമുണ്ട് ഉണ്ടായിട്ടുണ്ടോ? ഒരാൾ നോക്കി. രസം, ഭയങ്കര രസം. ഇത് ഒരു ദിവസം വായിച്ചില്ലെങ്കിൽ എന്തോ പോലെ ഒരു രസം, ഡിലൈറ്റ്, ഒരു താല്പര്യം, ഭയങ്കരപ്പെട്ട ഒരു രസം ഇതിനാണ്. സ്തോത്രം. 23-ാമത്തെ വാക്യം വായിച്ച്. പ്രഭുക്കന്മാരിരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു, എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നമുക്ക് ഭയങ്കര പ്രതികൂലമാണ്. നമുക്ക് വിരോധമായി സംസാരിക്കാൻ ആൾക്കാരുള്ളൂ. ഇങ്ങോട്ട് നോക്ക്, ഇവിടെ ഇരിക്കുന്നത് പ്രിൻസസ്, വലിയ വലിയ അധികാരികൾ ഇരുന്നേച്ച് നമുക്ക് വിരോധമായി സംസാരിക്കുന്നു. വിരോധമായി സംസാരിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? ദൈവമേ അവനെ വായിക്കാത്ത, ദൈവമേ ആ വർത്തമാനം വരാതെ ദൈവം സൂക്ഷിക്കണമേ, ദൈവനെ വായിക്ക അകത്തൊന്ന് ടാപ്പ് വെച്ച് നടക്കണേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവന് നമുക്ക് വിരോധമായി സംസാരിക്കുന്നു, പക്ഷേ നിന്റെ ദാസൻ നിന്റെ വചനത്തിൽ ധ്യാനിക്കുന്നു. അപ്പോൾ ആരെങ്കിലും നമ്മളെക്കുറിച്ച് വിരോധമായി സംസാരിക്കണം, നമ്മൾ എന്തോ ചെയ്യണം? പറയണ്ടേ? ഉറക്കെ പറ. എന്തോ ചെയ്യണം? ഞാൻ ഒരാളോടാണോ പ്രസംഗിക്കുന്നത്? എന്തോ എല്ലാവരോടാണോ? നമുക്ക് വിരോധമായ ആൾക്കാർ സംസാരിക്കുമ്പോൾ ഇങ്ങോട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് പോകാതെ വചനത്തിൽ എന്ത് ചെയ്തോണം? ധ്യാനിക്കുന്നവരാകണം. ചോദിക്കട്ടെ, ഒരു നമുക്ക് വിരോധമായി സംസാരിക്കുന്നു, നമ്മൾ എന്തോ ആയിരിക്കും ധ്യാനം? സങ്കീർത്തനത്തിലൊക്കെ ഉണ്ടല്ലോ,
അവൻ എനിക്ക് ചെയ്തതിന് വിരോധമായി നീ പ്രതി ഉത്തരം നൽകി വിടുവിക്കണമേ. അവന് ചെയ്ത പ്രതി ഉത്തരത്തിന് അവൻ ചെയ്ത ക്രൂരതയ്ക്ക് നിന്റെ വാളൂരി നീ വെട്ടി അവനെ സംഹരിക്കണമേ. ആ വാക്യങ്ങളെടുത്ത് നമ്മൾ ധ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ ധ്യാനിക്കണം എന്നല്ല പറഞ്ഞത്. സ്തേഫാനോസിന് എല്ലാം കൂടെ കല്ലെറിഞ്ഞപ്പത്തിന് വെച്ചിട്ടുണ്ടാവും എല്ലാ ദ്രോഹികളെ. കർത്താവേ കന്മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല അവൻ. കർത്താവേ ഇവനെ അറിയത്തില്ല, അറിയാതെ എറിയുക, അതുകൊണ്ട് നീ ക്ഷമിക്കണം. സ്വോത്രം പറഞ്ഞ രവിയെങ്കിൽ ഭയങ്കര ധ്യാനത്തില. സ്വോത്രം പറഞ്ഞാട്ടെ. 25-ാമത്തെ വാക്യം. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ഒരു ഉണർവ് ആവശ്യമുള്ളവർ എത്ര പേരുണ്ട്? ഒരു ഉണർവ്. മറ്റേ പാട്ട് ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ. എവിടെ? ഒരു മഴയും കാണത്തില്ല, ഒന്നും പെയ്യത്തില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് മൈ സോൾ ക്ലിങ്സ് ടു ദ ഡസ്റ്റ്. എൻ്റെ ദേഹി പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു. ഭയങ്കര വിഷമമാണ്. വിഷമമില്ലാത്തവരാരുണ്ടോ അതിനകത്ത്? നോക്കണ്ടപ്പോഴേ മനസ്സിലായി, എല്ലാവർക്കും വിഷമമാണ്, എല്ലാവർക്കും പ്രശ്നമുണ്ട്. എൻ്റെ ദേഹി അത്രത്തോളം പ്രശ്നത്തിൽ കിടക്കുന്നു, പൊടിയോടെ പ്രശ്നത്തിൽ കിടക്കുന്നു. എന്നിട്ട് പറയാം, നീ എന്നെ വചനത്താൽ ഉണർവ് എന്താ പറയുന്നത് റിവൈവ് മീ അക്കോർഡിംഗ് ടു യുവർ വേർഡ്. നിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നിൽ ഉണർവയക്കണമേ. അപ്പൊ വചനത്തിന് ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഉണർവ് വരുത്തുവാൻ കഴിയും. ഉണർവ് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലുണ്ടെങ്കിൽ വചനത്തിലൂടെ ഒരു ഉണർവുണ്ടാകും. ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പ്രസംഗം ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം, പക്ഷെ എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുത്തിയിട്ട് കാര്യമില്ല. തമ്പുരാൻ എനിക്ക് പ്രീതിപ്പെടുത്തണം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ, നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, 2021 നിങ്ങൾ കാണാത്തത് ചിലത് കാണും. പലപ്പോഴും നമ്മൾ ദൈവവചനത്തിന് അടിസ്ഥാനത്തിൽ നിൽക്കാത്തത് കൊണ്ട് പല പ്രതികൂലങ്ങൾ നമുക്ക് നേരെ വരുന്നുണ്ട്. പക്ഷെ ദൈവവചനത്തിൽ നിലനിന്നാൽ പ്രതികൂലങ്ങൾ നമ്മുടെ മേൽക്ക് വന്നാലും നമ്മൾ വീഴത്തില്ല. ചേർന്ന കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇവിടെ പറയാ സ്തോത്രം. പ്രശ്നങ്ങൾ എന്റെ ദേഹി ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്, പൊടിയോളം വേദനിക്കുന്നുണ്ട്. പക്ഷേ നിന്റെ വചനമായ എന്നിൽ ഉണർവുണ്ടാക്കണമേ. ഒരു ഭക്തൻ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞ ഒറ്റ പദമാണ് വചനം, 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 വചനം. നമുക്കില്ലാത്തത് അതാ. സ്തോത്രം. വചനമായിട്ടൊരു ഉണർവ് വഹിക്കണമേ. ഇത് താഴത്തോട് വായിച്ചു വരുമ്പോൾ അവൻ പറയുന്നൊരു ഭാഗമാണ്. സ്തോത്രം. ഒരു വാക്യം അതിനകത്തുണ്ട്. അതിന് പറയുന്നത് ഇങ്ങനെയാണ്, അതിനകത്ത് പറയുന്നൊരു വാക്യം എങ്ങനെയാണ്, ദൈവമേ നിന്റെ വചനത്താൽ എന്നെ ശോധന ചെയ്യണമേ. സ്തോത്രം പറഞ്ഞാല് വചനത്താൽ എന്നെ ശോധന ചെയ്യണം. അതിനർത്ഥം എന്താണെന്നറിയാം? ഒരു മനുഷ്യൻ എത്രത്തോളം വചനത്തിൽ ആഴത്തിൽ നിൽക്കുന്നോ, ദൈവം വചനത്തിലൂടെ നമ്മളെ ശോധന ചെയ്താൽ ആ മനുഷ്യൻ വചനത്തിലാണെങ്കിൽ അവൻ പ്രതികൂലത്തിൽ പോകത്തില്ല. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ അകത്ത് ഇല്ലാത്തത് മാറാം. ഇന്ന് പകൽ നമുക്ക് വിലപ്പെട്ട ഒരു വസ്തുത വചനമാണ്. സ്തോത്രം. ഭക്തൻ പറയാൻ നിന്റെ വചനം അയച്ചാൽ നീ എന്നെ ഒന്ന് ശോധന ചെയ്യും. അങ്ങനെ ഒരു തെറ്റ് നീ എന്നെ കണ്ടുപിടിച്ചാൽ നീ എന്നെ ഉത്തരമന്റെ കയ്യിൽ കൊടുക്ക. അത് പറയണമെങ്കിൽ പ്രാഗൽഭ്യം വേണം. പ്രാഗൽഭ്യമുള്ളവനെ അത് പറയാൻ കഴിയത്തുള്ളൂ. വചനത്തിൽ നിലനിൽക്കുന്നവനെ പറയാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പറയാം നിങ്ങൾക്ക്, പിശാചേ നിനക്ക് വേണമെങ്കിൽ നീ ധൈര്യമായി വന്നെന്നെ ശോധന ചെയ്യുക. നീ ഒന്ന് വാ. അവന് നിന്റെ മേൽ ഒരു അധികാരം വരത്തില്ല. കാരണം നീ വചനത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ടാണ്.
ഊണിലും ഉറക്കത്തിലും ഒക്കെ വചനം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവപൈതനെ ആർക്കും കാണാൻ കഴിയത്തില്ല. സ്തോത്രം. ഭക്തൻ നയത്തോട്ട് പിന്നെ വായിച്ചു വരുമ്പോ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. 55-ാമത്തെ വാക്യം വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. യഹോവേ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു. യഹോവേ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു. തിരുനാമം ഓർക്കുന്നു. രാത്രി, രാത്രി. 148-ാമത്തെ വാക്യം വായിച്ചേ. തിരുവചനം ധ്യാനിക്കേണ്ടത് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ? തിരുവചനം ധ്യാനിക്കേണ്ടത് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മളെന്തിനാ രാത്രി നമ്മൾ എന്തോ ചെയ്യും? രാവിലെ എന്തോ ചെയ്യുന്നത്? എഴുന്നേക്കും. ഉച്ചയ്ക്ക് എന്തോ ചെയ്യും? കഴിക്കും. വൈകുന്നേരം എന്തോ ചെയ്യും? ചായ കുടിക്കും. രാത്രി എന്തോ ചെയ്യും? ഉറങ്ങും. ഭക്തൻ പറയാം, ഞാൻ രാത്രിക്ക് വേണ്ടി കാത്തിരിക്കുക. എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? നമ്മൾ രാത്രിയാകുമ്പോഴത്തേക്കും പേടിച്ച് വിറച്ച്, രാത്രിയാകരുതേ. ഇവിടെ ഒരു ഭക്തൻ രാത്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ ഈ മനുഷ്യന്റെ സത്യത്തിൽ നേരിട്ട് കണ്ടാൽ സല്യൂട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. രാവിലത്തെ തിരക്ക്, ജോലി തിരക്കുണ്ട്. അവൻ എന്താ ജോലി? അവൻ രാജാവ്. കാര്യങ്ങൾ ചെയ്യണം. അവിടെ ആൾക്കാരെ നോക്കണം. പിന്നെ ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറിനെ ഒരാളെ എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർ ഓടി നടക്കണം. അവിടെ പോകാൻ പറ്റുകയാണെങ്കിൽ അവിടെ പോകണം. ഒരു അടി നടന്നു കഴിഞ്ഞാൽ അവിടെ ചെല്ലണം. അപ്പോൾ ഇതെല്ലാം ഇവിടെ ജോലിയാണ്. പക്ഷെ ഇവിടെ ഒരു ഭക്തൻ കിടക്കുക. അവൻ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ ഔദ്യോഗിക പദവി അവൻ വിട്ടിട്ടുമില്ല. ഇതെല്ലാം ചെയ്യുമ്പോൾ അവൻ പറയുന്നൊരു പദമാണ്, ഞാൻ രാത്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ നമ്മുടെ അരുമനാഥനെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി കടന്നുപോയി. എല്ലായിടത്തും പല രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി വെച്ച് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവിടെ വചനം എഴുതി വെച്ചു. എല്ലാവരും അവരവരുടെ വീടുകളിൽ പോയി. ഇവനോ മലമുകളിൽ പോയി. ചില വീട്ടിൽ കിടന്നുറങ്ങും, ചില മലമുകളിൽ കിടന്നുറങ്ങും. ഉറങ്ങാനല്ല പോയത്, അവൻ ദൈവത്തോട് സംസാരിക്കാൻ പോയി. സഭയെ ഉണർന്ന് സംസാരിക്കേണ്ട സമയമായിരിക്കുന്നു. എൻ്റെ വിശ്രമത്തിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. ഇനിയും ഉണരേണ്ട സമയം അടുത്തു വന്നിരിക്കുന്നു. നീ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ വിഷയങ്ങൾ വർദ്ധിക്കത്തേ ഉള്ളൂ. നീ പ്രാർത്ഥിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം തന്നെ ഉയർത്തേണ്ട മണ്ഡലത്തിലൂടെ ദൈവം തന്നെ ഉയർത്തുവാനിടയാകും. എത്ര ലഘുവായിട്ട്, എത്ര മാസങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നത്. എന്നാ സീരിയസ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഈ വിഷയത്തിൽ എനിക്ക് മറുപടി കിട്ടാതെ ഞാൻ വിടത്തില്ലെന്നും പറഞ്ഞ് എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? സ്വാഭാവികമായിട്ട് ലഘുവായിട്ടുള്ള പ്രാർത്ഥന പോലെ രാത്രി കിടക്കാൻ നേരത്തെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന, ദൈവമേ എന്റെ കാര്യങ്ങൾ നിനക്കറിയാറുണ്ടോ, നീ അതിന് മറുപടികൾ അയക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടക്കുന്ന നീ എന്നാണ് നീ സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നത്? സ്തോത്രം. ഒരു ഭക്തനെ കുറിച്ച് ഒരു സാക്ഷ്യം എങ്ങനെ ഞാൻ കേട്ടു. അവന് ദൈവം വിളിച്ചു. അവൻ പാസ്റ്റർ വേല ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലല്ല അവൻ ചെയ്യുന്നത്. കാരണം അവൻ മറ്റുള്ള ദൈവദാസന്മാരെ കോപ്പി ചെയ്താ ചെയ്യുന്നത്. അവൻ പ്രസംഗിക്കുന്ന ശൈലി, അവിടെ വാക്ചാതുര്യം, അതെല്ലാം കോപ്പി ചെയ്യുന്നു. അവിടെ കോട്ടുകൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസമായപ്പോൾ ദൈവം പറഞ്ഞു, നിന്നെ അവരെ പോലെ ചെയ്യാനല്ല നിന്നെ വിളിച്ചത്, നിന്നെ വിളിച്ചിരിക്കുന്ന വ്യത്യസ്തനായിട്ടാണ്. അവൻ അന്നൊരു തീരുമാനമെടുത്തു. ഭാര്യയോട് പറഞ്ഞു, ഇനി മേലാൽ എനിക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കരുത്, ഞാൻ പറയുന്നിടം വരെ. അവൻ മുറിക്കകത്ത് കയറി വാതിലടച്ചവൻ ദൈവസന്നിധിയിലിരുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞൊരു പദമുണ്ട്, ദൈവമേ, ഞാൻ ഈ മുറിക്കകത്തുനിന്ന് നിന്റെ സാന്നിധ്യം അനുഭവിക്കാതെ, നീ എന്നോട് സംസാരിക്കാതെ ഈ മുറിക്കകത്തുനിന്ന് ഞാൻ മേലാൽ ഇറങ്ങത്തില്ല. ഇനി എന്റെ മരണം വരെ ആണെങ്കിൽ പോലും ഞാൻ ഇവിടെ എഴുന്നേൽക്കത്തില്ല. ആ പ്രാർത്ഥന ദൈവം കേട്ടു. നമുക്ക് വിഷയങ്ങളുണ്ട്. എന്ന അവസാനം അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ. എല്ലാത്തിനും കയറി പ്രാർത്ഥിക്കണം നല്ല ഞാൻ പറഞ്ഞത്. എല്ലാത്തിനും ദൈവഗീതമുണ്ട്. എല്ലാത്തിനും കയറി ദൈവഗീതം എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ ഗീതം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ദൈവഗീതം പോലെ തന്നെ നടക്കും. മറ്റൊരു കാര്യമുണ്ട്, ലഭിക്കേണ്ടത് പോലെ ദൈവഗീതം എന്ന് പറഞ്ഞ് വിട്ടാൽ നിനക്ക് ലഭിക്കത്തില്ല. മനസ്സിലാകുന്നവർക്ക് സ്വന്തം ചെയ്തു. ഒരുത്തന് വിചാരി പിടിച്ചിരിക്കുക, ദൈവഗീതം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവം അവസ്ഥ തന്നിട്ടില്ല. ഒരുത്തന് രോഗം പിടിച്ചിരിക്കുക, ദൈവഗീതം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവം അവസ്ഥ തന്നിട്ടില്ല. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. സ്വത്രം സ്വത്രം എന്നാ ഈ അവസാനം പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥന ഉണ്ട്, പക്ഷെ അതിന് വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നില്ല. ആ
I will not come out of this closet. ഈ മുറിക്കകത്തുനിന്ന് ഞാൻ പുറത്തു വരത്തില്ല. മറുപടിക്ക എന്നോട് സംസാരിക്ക. എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നെ വേണം. ഈ പുസ്തകത്തിനകത്ത് അവർക്ക് വെളിപ്പെട്ട നീ എന്തുകൊണ്ട് എനിക്ക് വെളിപ്പെടുന്നില്ല? അപ്പുറത്ത് കിടക്കുന്നവനെ സൗഖ്യം കൊടുത്തു, എനിക്ക് എന്തുകൊണ്ട് തരുന്നില്ല? എന്നായി അവസാനം അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയെ ചേർന്നത് സ്തോത്രം പറഞ്ഞു. സ്തോത്രം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൈവമേ പാപം ചെയ്യാതിരിക്കേണ്ടതിനായി നിന്റെ വചനത്തെ ഞാൻ ഇതിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഓ, ഒത്തിരി ഭക്തൻ, എന്തൊരു മനുഷ്യനാണ്. നമുക്കാണെങ്കിൽ അടുത്തുകൂടെ മറ്റേ സിൽക്ക് സ്മിത പോയാൽ മതി. നമ്മൾ അന്നേരം ഫ്ലാറ്റ് വീഴാൻ കാത്തു നിൽക്കുക. ഷാറൂഖ് ഖാനെ വഴി പോയാൽ മതി, വീഴാൻ കാത്തിരിക്കുക. സ്വന്തം സ്വന്തം എന്നാ ദൈവവചനത്തിന് മടങ്ങി വരാൻ പോകട്ടെ. നിങ്ങൾ സമർപ്പിക്കപ്പെട്ടവരാണോ? ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ അച്ഛനോട് വൈകിപ്പിക്കാനായി പഴയ നിയമ പുസ്തകത്തിനകത്ത് നാസീർ വ്രതം എന്ന് പറഞ്ഞൊരു വ്രതമുണ്ട്. നാസീർ വ്രതക്കാരൻ, അവന് ഇഷ്ടത്തിന് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ ദൈവത്തിൽ വന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിന് പോകാൻ പറ്റത്തില്ല. യഹൂദന്മാരെല്ലാം പരിച്ഛേദന ഏറ്റിരിക്കണം, വ്യവസ്ഥയാണ്. പരിച്ഛേദന ഏറ്റവർക്ക് നിയമങ്ങളുണ്ട്. പരിച്ഛേദന ഏറ്റവർക്ക് തന്നിഷ്ടത്തിന് നടക്കാൻ പറ്റത്തില്ല. പുതിയ നിയമത്തിൽ വന്നപ്പോൾ കൊലോസ്യൻ ലേഖനം പറഞ്ഞു അന്നൊരു പരിച്ഛേദന ഉണ്ടായിരുന്നു. അത് കൈകൊണ്ടുള്ള പരിച്ഛേദന. ഇന്ന് കൈ കൊണ്ടല്ലാത്തൊരു പരിച്ഛേദന, അത് യേശു ക്രിസ്തു എന്ന സ്നാനത്തിലൂടെ. നമ്മളൊരു പരിച്ഛേദന ഏറ്റവരാണ്. ഒരു സ്തോത്രം പറഞ്ഞു. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഇന്ന് പകലിൽ ഞാൻ വിളിച്ച് പറയട്ടെ, ദൈവം വചനം ചിലരുടെ ഉള്ളത്തിൽ അത് ക്രിയ ചെയ്യുന്നതോടൊപ്പം തന്നെ ദൈവം ചില നൂലാമാലകൾ നിന്റെ ജീവിതത്തിൽ എടുത്തു മാറ്റും. സ്തോത്രം സ്തോത്രം. എപ്പോഴും കേട്ട് തഴമ്പിച്ച ഒരു ഭാഗം എന്നാൽ തൊട്ട് പോകാൻ ആഗ്രഹിക്കും. തഴമ്പിച്ച ഭാഗം കേൾക്കാൻ കേട്ട് മടുത്ത ഭാഗം, അതിനകത്ത് ട്വിസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ നോക്കുക. ബൈബിൾ മടക്കി വെച്ചിട്ടുണ്ട്. ഇച്ചിരി പോകുന്നൊരു പയ്യൻ, ദാവീദ് എന്ന പേര്, ആടുകളെ മേച്ചുകൊണ്ട് നിൽക്കും. കുടുംബത്തിനകത്ത് വലിയ മാന്യതകളൊന്നുമില്ല. പക്ഷെ ദൈവം അവനെ കണ്ടു. ദൈവം നോക്കുന്ന ഹൃദയങ്ങളെയാണ്. ചെറിയ പോകുന്നൊരു കിന്നര ആടുകളെ മേയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കിട്ട് വായിക്കും. അപ്പം പഠിപ്പിച്ചു കൊടുത്ത പണ്ടത്തെ പാട്ടുകൾ, അപ്പം പഠിപ്പിച്ചു കൊടുത്ത വചനങ്ങൾ ഓർമ്മയിൽ വരുമ്പോൾ ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കും. മരുഭൂമി ജോലി വേറെ ഒന്നുമില്ല, ദൈവത്തെ സ്തുതിക്കുക. ഒരു സ്വതന്ത്രമാവില്ല. പക്ഷെ അവിടെ ഒരു വാക്യം എഴുതി വെച്ചു. ശൗലിന്റെ മേൽ നിന്നും ദൈവാത്മാവ് പോയപ്പോൾ മറ്റൊരു രാജാവിനെ തിരഞ്ഞെടുക്കാനായി വന്നപ്പോൾ ദാവീദിനെ മുമ്പോട്ട് കൊണ്ടുവന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ദാവീദ് തൈലക്കൊമ്പെടുത്ത് അവൻ്റെ മേൽ എണ്ണ ഒഴിച്ചപ്പോൾ തന്നെ the spirit of the Lord controlled him. ദൈവാത്മാവിനെ കൺട്രോൾ ചെയ്തു. സ്തോത്രം. നിങ്ങൾ വളരെ ധ്യാനിക്കാറുണ്ടോ? ഞാൻ പറയട്ടെ, ഞാൻ എന്ന് മുതൽ വചനം ധ്യാനിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ മാറ്റങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. സ്തോത്രം. ഞങ്ങൾ കുടുംബക്കാരാണ്, ഞങ്ങൾ വീട്ടിനകത്ത് താമസിക്കും. നിങ്ങളെപ്പോലെ ഞങ്ങൾ മനുഷ്യൻ, ഞങ്ങൾക്ക് മിഷനുണ്ട്. ചില സമയത്ത് നമ്മൾ ബലഹീനരാണ്. അപ്പം ഭാര്യ പറയും ഇന്ന കാര്യം എന്ത് ചെയ്യുമെന്നറിയത്തില്ല. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഞാൻ ഇതിൽ നിൽക്കാത്ത സമയം, വചനം ധ്യാനിക്കാതെ പ്രാർത്ഥന കുറയ്ക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്താണെങ്കിൽ ഞാനും അവളെ പോലെ പതറിപ്പോകും. ഓ ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ പോകും? പക്ഷെ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്, ദൈവസന്നിധി സമയമെടുത്ത് ധ്യാനിക്കാനും ദൈവസന്നിധിയിൽ ഇരിക്കാനും സമയം കൊടുക്കുമ്പോൾ
അറിയാതെ നമ്മൾ പോലും അറിയാതെ ഒരു വിശ്വാസം അകത്തളത്തിൽ വളർന്നു വരുന്നു. അവർ ആ വാക്കുകൾ പറയുമ്പോൾ നമുക്ക് വേദന തോന്നാറില്ല, നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാരണം നമുക്കറിയാം നാളെ കർത്താവ് ചെയ്യാൻ പോകുന്നത് എന്താണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, ദൈവം നിങ്ങളുടെ ഫ്യൂച്ചർ എഴുതി വെച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഭാവി ദൈവത്തിൻ്റെ കരത്തിലായിരിക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നിങ്ങളെ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, നിന്നെ ഒരു എഞ്ചിനീയർ ആക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഉദാഹരണം പറയാം, അങ്ങനെ പറഞ്ഞെങ്കിൽ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടുണ്ട് ഒരു എഞ്ചിനീയർ ആക്കാൻ വേണ്ടി ദൈവം പോവുക. ദൈവം പറയാം, നിങ്ങളൊരു വലിയ കമ്പനിയിൽ എഞ്ചിനീയർ ആക്കാൻ പോവുക, നിനക്ക് ഇത്ര ശമ്പളം തരുമെന്ന് പറയുന്ന ഒരു വ്യക്തി, ഇന്ന് ജോലിയില്ല കൂലിയില്ലാതിരിക്കുന്ന ഈ വ്യക്തി, കടമാത്തിൽ നടക്കുന്നവൻ എങ്ങനെ നടക്കും? വയ്യാവാസേ, ഇതാണ് ഇന്നത്തെ നടപ്പ്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അതിൽ കണ്ടിട്ടാണ് അവൻ യാത്ര ചെയ്യുന്നത്. അവനറിയാം നാളെ അവനാകുമെന്ന്, അവനറിയാം എവിടെ എത്താൻ പോകുന്നെന്ന്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതികൾ ചെറുതല്ല, അത് വലിയവയത്രേ. ദൈവം ആരാക്കാൻ പോകുന്നുള്ള പദ്ധതി കയറി പിടിച്ചേച്ച് അതിൽ വേണം നിങ്ങൾ നടക്കുവാൻ. സ്തോത്രം. ദാവീദിന് ഇത്രയും പ്രതികൂലങ്ങൾ വന്നപ്പോൾ ദാവീദ് പിടിച്ചു നിൽക്കാൻ കാരണമുണ്ട്. നിന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുക. എണ്ണ എപ്പോ വീണ അന്ന് തൊട്ട് തുടങ്ങിയ പ്രശ്നം. വീട്ടിലെ സഹോദരന്മാർ പ്രശ്നം, അവിടെ പ്രശ്നം, എല്ലായിടത്തും പ്രശ്നം. എണ്ണ വീണ പ്രശ്നമുണ്ട്. പ്രശ്നം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെ പണിത് പുറത്തെടുക്കാനാണ്. സ്തോത്രം. എണ്ണ വീണവർ ഇതിനകത്തിരിപ്പുണ്ട്. നിങ്ങൾ നൂലാമാലകൾക്കകത്ത് കിടപ്പുണ്ട്. പക്ഷെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ഈ എണ്ണ നിന്നെ ഉയർത്തും, ഈ എണ്ണ നിന്നെ പുറത്തു കൊണ്ടുവരും, ഈ എണ്ണ നിന്നെ നടത്താൻ പോകുക, ഈ എണ്ണ നിന്നെ നിന്റെ ദൗത്യക്ക് മംഗളക്കാകണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എണ്ണ വീണവന് പ്രശ്നമുണ്ട്. അങ്ങനെ ഇറങ്ങിയിരിക്കുമ്പോൾ എല്ലാവർക്കും പ്രശ്നമാണ്. സഹോദരന്മാരുടെ പ്രശ്നമാണ്, വീട്ടുകാരുടെ പ്രശ്നമാണ്. ഇനി പോകുമ്പോൾ യുദ്ധത്തിന് നിൽക്കുമ്പോൾ അവന് പ്രശ്നമാണ്. പക്ഷെ അവൻ ബാക്കിയുള്ളവരാരും കാണാത്തൊരു ദൈവത്തെ അവൻ കണ്ടു. നിങ്ങൾ ആരെയാ കാണുന്നത്? നിങ്ങളുടെ ഉള്ളിൽ ആരാ ഇരിക്കുന്നത്? വചനം നിങ്ങളുടെ അകത്ത് ക്രിയ ചെയ്യുന്നുണ്ടോ? സ്തോത്രം. സ്തോത്രം. അതുകൊണ്ട് അവൻ ഗോലിയാത്തിനെ തോൽപ്പിച്ചത്, അല്ലാതെ അവരുടെ കയ്യിൽ കഴിമണിക്കൊണ്ടായിട്ടല്ല. അവന്റെ പത്രം ആക്കി എടുത്തു കൊടുത്തപ്പോൾ ഇതൊന്നും എനിക്ക് ശീലം എടുത്ത് മാറ്റി വെച്ചാൽ ആ എനിക്ക് ഇതൊന്നും ശീലമില്ല. അതുകൊണ്ട് നമ്മൾ കല്ലെടുത്തോളാം, ഞാൻ കുറച്ച് മറ്റേ കവണ എടുത്തോണ്ട് ഞാനത് പൊക്കോളാം, വേറൊന്നും എനിക്ക് ശീലമില്ല. സ്വോത്രം. സ്വോത്രം. വലിയ പെടുപ്പൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിനക്ക് ദൈവത്തിന്റെ വചനമകത്തുണ്ടെങ്കിൽ അത് മതി. എത്ര പേർ കൂടെ ഉണ്ട് ഇന്ന് പകൽ? വചനമകത്തുള്ളവർ ഒന്നിലും പരാജയപ്പെട്ടു പോകത്തില്ല. സമർപ്പിക്കപ്പെടണം. അപ്പൊ നിങ്ങൾ പറയുന്ന സമർപ്പിക്കണോ? ഇല്ല, സമർപ്പിക്കണം. ദൈവസന്നിധി, ദൈവം ഞാൻ എന്നെ സമർപ്പിക്കുക. ഒന്ന് സമർപ്പിച്ച് നോക്ക്. സമർപ്പിക്കുന്നതിന്റെ അന്ന് മുതൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ദൈവമായിരിക്കും. ഇപ്പൊ എന്തൊക്കെയോ നമ്മുടെ കൈവശമുണ്ട്. കൈവശം ഉള്ളത് കൊണ്ട് ദൈവം ഒന്നും ചെയ്യുന്നില്ല. ദൈവത്തിന്റെ സന്നിധി, കർത്താവേ ഞാൻ ഏതുമല്ല, ഞാനിത് നിന്റെ മുമ്പിൽ സമർപ്പിക്കാം. ആ വാക്ക് കേൾക്കാൻ കർത്താവ് കൊതിച്ചിരിക്കുക. ആ വാക്ക് കേൾക്കാൻ കർത്താവ് നിന്റെ മേൽ കരമെടുക്കും. പിന്നെ ഒരു അന്ധകാര മണ്ഡലം നിന്നെ തൊടത്തില്ല. വിശ്വസിക്കുന്നവർ ചേർന്ന കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇരിക്കുന്ന ഇരിപ്പിടത്തുന്ന ദൈവം എല്ലാവരും എഴുന്നേറ്റാട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ കണ്ണുകൾ അടച്ചാട്ടെ. ഇന്ന് പകല് ദൈവ സാന്നിധ്യം ഇതിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പലപ്പോഴും നമ്മുടെ വഴികൾ നമ്മൾ നടന്നു, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നു. പക്ഷെ പാപത്തിന്റെ ജഡസ്വഭാവം വിടുവാൻ നമുക്ക് താല്പര്യമില്ലാതിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതൊന്നും നിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അവൻ പാപം അകത്തിരുന്നിട്ട് പാപമാണെന്നുള്ള തോന്നൽ പോലും അകത്തകത്തിൽ ഉരുവാക്കപ്പെടാതെ പാപത്തിൽ പിന്നെ ജീവിക്കുന്ന പൈതലെ നിന്നെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, അത് നിനക്ക് ദോഷകരമായി മാത്രമേ സംഭവിക്കത്തുള്ളൂ. നാൾ അടുക്കുന്തോറും എന്ന് നിന്റെ ഉള്ളറകളിൽ ദാവീദ് പറഞ്ഞതുപോലെ നിന്റെ ന്യായവിധികളെ ഞാൻ ഭയപ്പെടുന്നുണ്ട്, നിന്റെ വചനത്തെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നത് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകൽക്കാരുടെ മാനസാന്തരം ഇതിനകത്തുണ്ടാകട്ടെ. പിടിവാശിയും വഴക്കും വെച്ചുകൊണ്ട് താഴത്തിൽ എന്ന് പറയുന്ന കുട്ടപ്പിശാചിന്റെ വ്യാപാര നിർബന്ധങ്ങൾ ഇന്ന് പകലിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഉള്ളവരിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവമക്കൾ കർത്താവിന്റെ തേജസ്സ് വെളിപ്പെടുത്താതെ ദൈവം
മനസ്സിലാകട്ടെ. എല്ലാ ഹൃദയം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് കേൾക്കപ്പെട്ട വചനത്തിനും നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇടപെട സ്വപ്ന കാഴ്ചകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാല ദൈവസന്നിധിയിൽ എല്ലാ ഭാഗ്യമായി കണ്ണുകളുടെ ചാട്ടെ കർത്താവിനോട് പറ, കർത്താവേ എനിക്കൊരു മാറ്റം വേണം, എനിക്കൊരു മാറ്റം വേണം, എനിക്ക് മാറണം, എനിക്ക് മാറിയേ പറ്റത്തുള്ളൂ കർത്താവേ. ഇന്ന് പകലിൽ വചനം എൻ്റെ ഉള്ളത്തിൽ ഇല്ലാതെ പോയല്ലോ. വചനമാണല്ലോ ഞാൻ ധ്യാനിക്കേണ്ടത്. പല വിഷയങ്ങളും ഞാൻ ധ്യാനിച്ച് എൻ്റെ പ്രഷറും ടെൻഷനും കൂട്ടുന്നതല്ലാതെ എൻ്റെ അകത്തുള്ള ദൈവശക്തിയെ ഞാൻ വർദ്ധിപ്പിച്ചെടുക്കുന്നുണ്ടല്ലോ കർത്താവേ. നിന്റെ ശക്തി ഇരിക്കുന്നതിൻ്റെ വചനത്തിലാണല്ലോ കർത്താവേ. ഇന്ന് മുതൽ നിന്റെ വചനത്തെ ധ്യാനിക്കുവാൻ പരിശുദ്ധാത്മാ വചനത്തിലൂടെ എഴുതി വെച്ച ശത്രുക്കൾ മുമ്പാകെ കടന്നു വന്നപ്പോൾ അവൻ വചനത്തെ ധ്യാനിച്ചു വന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് മുമ്പേ വരുന്ന ശത്രുക്കളെ കണ്ട് ഭയന്ന് ഭീതിപ്പെട്ട് ഓടുവാനല്ല, വചനങ്ങളെ ധ്യാനിക്കുവാനായിട്ട് വരുത്തട്ടെ. എല്ലാ ഭാഗ്യമായി കണ്ണുകളുടെ ആമേൻ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവേ, തിരുസന്നിധിയിലേക്ക് പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന ജീവിതങ്ങളുടെ കരങ്ങളിൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വളരെയധികം വിഷമങ്ങളുള്ളവരുണ്ട്, വളരെയധികം പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ട്, വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതിരിക്കുന്നവരുണ്ട്. ആമേൻ. എല്ലാവർക്കും ഒരു വിഷയമല്ലോ, പലവിധമായ വിഷയങ്ങളുണ്ട്. എന്നാൽ എല്ലാത്തിനും പരിഹാരകൻ അങ്ങാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ദൈവം ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച ഉടനെ തന്നെ മറുപടികൾ തന്നായിരുന്നു. പക്ഷെ പിന്നത്തതിൽ മറുപടികൾ വരാൻ താമസിച്ചപ്പോൾ ഞങ്ങൾ ക്ഷീണിച്ചു പോയി. കാരണം ദൈവം ഞങ്ങളെ ഒരുക്കുന്നതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ കുറച്ചുകൂടെ പക്വതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങളൊന്ന് വളർത്തിയെടുക്കുന്ന വിധമാണെന്ന്. ആയതുകൊണ്ട് കർത്താവ്, ഇന്ന് പകൽക്കാലം ഇവിടെ പ്രാർത്ഥനയോടെ വന്നിരിക്കുന്ന ജീവിതങ്ങളുടെ കർത്താവേ, നിന്റെ ആവശ്യമായ കാര്യം വെച്ച് നീ ഇന്ന് പകൽക്കാലം ഇവരെ സന്തോഷത്തോടെ അയക്കണം. ഇവിടെ എന്തൊക്കെ വിഷയങ്ങളുണ്ട് അതിനെല്ലാത്തിനും പരിഹാരം ഉണ്ടാകട്ടെ. വഴികൾ അടഞ്ഞതാണെങ്കിൽ വഴികൾ തുറക്കട്ടെ. ശത്രു കൊണ്ടിട്ട പോരാട്ടമാണെങ്കിൽ അത് മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗസൗഖ്യമാണെങ്കിൽ ഇന്ന് പകൽ രോഗം സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ജീവിതങ്ങളുടെ ഉള്ളവരിൽ സന്തോഷം പോലും ഉളവാക്കിപ്പിക്കാതെ പിന്നെയും പഴയതിലൊക്കെ കൊണ്ടിട്ട് ചിന്തിപ്പിച്ച് ഭാരപ്പെടുത്തി ഭീതിപ്പെടുത്തുന്ന മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. കുടുംബമായി ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കപ്പെടണം. കർത്താവേ, ഭവനങ്ങൾ ചെന്നാലും വചനങ്ങൾ ധ്യാനിക്കുവാനുള്ള നിർബന്ധം അവിടെ മേൽ കൊടുക്കണമേ. ഭക്തൻ പറഞ്ഞതുപോലെ രാത്രിയിൽ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന നിന്റെ വചനത്തെ ധ്യാനിക്കാൻ വേണ്ടി മാത്രം എഴുന്നേൽക്കുന്ന ഒരു ഭക്തനെ പോലെ ഇന്ന് പകൽക്കാലം എത്ര തിരക്കുള്ളവരാണെങ്കിലും കർത്താവേ, വചനത്തിന് വേണ്ടി മുൻസ്ഥാനം കൊടുക്കുവാൻ ഈ 2020 അവസാനിക്കുന്നതിന് മുമ്പായി ഒരു മുൻസ്ഥാനം കൊടുത്ത് മുമ്പോട്ട് പോകുവാൻ ഇവരെ നീ സഹായിക്കണമെന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകലിൽ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ സഭയ്ക്കകത്ത് കടന്നു വന്നിരിക്കുന്ന ഏവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന്റെ ശക്തി അവിടെ മേൽ വെളിപ്പെടണമേ. ഈ വരും ദിവസങ്ങൾ മറുപടികളെ കാണുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിട വരുത്തണം. കർത്താവ്, നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനായി സ്തോത്രം. നീട്ടപ്പെട്ട സ്വപ്രകാഴ്ചകൾക്കായി സ്തോത്രം. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കണം. 100 മടങ്ങ് പ്രതിഫലത്തെ കൊടുത്ത് മാനിക്കണം. കർത്താവ്, പ്രാർത്ഥനകൾക്കെതിരായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം.